നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോവിഡിൽ പിടിവിട്ട് തൃശൂർ ജില്ല. ചാവക്കാട് 31 പേർക്കും, ഗുരുവായൂരിൽ അസിസ്റ്റന്റ് വികാരിയടക്കം 19 പേർക്കും, ചൂണ്ടലിൽ 32 പേർക്കും, കണ്ടാണശ്ശേരിയിൽ 21 പേർക്കും രോഗം. ഈ ആഴ്ച ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത ജില്ലയായി തൃശൂർ മാറിയതോടെ ജാഗ്രതയോടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ കടുപ്പിക്കാൻ നടപടികളുമായി ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും. ചാവക്കാട് ദേശീയപാത തിരുവത്രയിൽ റോഡ് മുറിച്ചു കടക്കവെ കാറിടിച്ച് വയോധികൻ മരിച്ചു. മരിച്ചത് അകലാട് മൊയ്തീൻ പള്ളിക്ക് സമീപം ആലിപ്പുരയ്ക്കൽ ശങ്കരൻ. മന്ദലാങ്കുന്ന് പാപ്പാളിയിൽ നിയന്ത്രണം വിട്ട ടെമ്പോ വാൻ കമലാസുരയ്യ പാലിയേറ്റീവ് കെയർ ഓഫീസിലേക്ക് ഇടിച്ചുകയറി. ഉടമസ്ഥാവകാശത്തെ ചൊല്ലി തർക്കത്തിലിരുന്ന സഹകരണ ബാങ്ക് പരിസരത്തെ ട്രാക്ടറും ട്രെയിലറുകളും കർഷകർ കൊണ്ടുപോകുന്നത് ബാങ്ക് അധികൃതരുടെ പരാതിയെ തുടർന്ന് പോലീസ് എത്തി തടഞ്ഞു. യന്ത്രങ്ങൾ കൊണ്ടുപോകുന്ന കാര്യം എഴുതി തന്നാൽ തടസ്സമില്ലെന്ന് ബാങ്ക് അധികൃതർ. പ്രതിഷേധങ്ങൾക്ക് നടുവിൽ കടവല്ലൂർ പഞ്ചായത്തിലെ ആൽത്തറ അംഗൻവാടി കെട്ടിട സമർപ്പണം. ഇവിടേക്ക് മതിയായ റോഡില്ലെന്നാരോപിച്ച് BJPയുടെ പ്രതിഷേധ പ്രകടനം. BJPയുടേത് കപട രാഷ്ട്രീയ നാടകമെന്ന് കോൺഗ്രസ്. വിശദമായ വാർത്തയിലേക്ക്. ജാഗ്രത തുടരണം. സംസ്ഥാനത്ത് 7983 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 27 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 1484ആയി. രോഗം സ്ഥിരീകരിച്ചവരിൽ 86 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നതാണ്. 7049 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 786 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 62 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. 7330 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 91,190 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 3,40,324 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. കോവിഡിൽ പിടിവിട്ട് തൃശൂർ ജില്ല. ഈ ആഴ്ച ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത ജില്ലയായി തൃശൂർ മാറിയതോടെ ജാഗ്രതയോടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ കടുപ്പിക്കാനാണ് ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും ലക്ഷ്യമിടുന്നത്. തൃശൂർ ജില്ലയിൽ ശനിയാഴ്ച 1112 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ശനിയാഴ്ച ജില്ലകളുടെ കോവിഡ് പട്ടികയിൽ 2ാം സ്ഥാനത്ത്. ഇക്കഴിഞ്ഞ ആഴ്ച പല ദിവസങ്ങളിലും തൃശൂരായിരുന്നു പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ മുന്നിൽ ഉണ്ടായിരുന്നത്. കോവിഡ് വ്യാപനത്തിന്റെ ആദ്യഘട്ടത്തിൽ ആശങ്ക പുലർത്തിയിരുന്ന തിരുവനന്തപുരം, പാലക്കാടും ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വ്യാപനം നിയന്ത്രണ വിധേയമായപ്പോൾ തൃശൂരിൽ കുത്തനെ രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജനം പുലർത്തിയ ഉദാസീനതയും അധികൃതരുടെ ശക്തമായ ഇടപെടലിന്റെ അഭാവവുമാണ് നിലവിലെ സ്ഥിതിക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ. ശനിയാഴ്ച 582 പേർ രോഗമുക്തരായിട്ടുണ്ട്. രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 10,437 തൃശൂർ സ്വദേശികളായ 79 പേർ മറ്റു ജില്ലകളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 39,771. 29,006 പേരെയാണ് ആകെ രോഗമുക്തരായി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തത്. ജില്ലയിൽ ശനിയാഴ്ച സമ്പർക്കം വഴി 1,104 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കൂടാതെ 4 ആരോഗ്യ പ്രവർത്തകർക്കും രോഗബാധയുണ്ടായി. രോഗ ഉറവിടമറിയാത്ത 4 പേരുമുണ്ട്. രോഗബാധിതരിൽ 60 വയസ്സിന് മുകളിൽ 72 പുരുഷന്മാരും 86 സ്ത്രീകളും 10 വയസ്സിനു താഴെ 49 ആൺകുട്ടികളും 47 പെൺകുട്ടികളുമുണ്ട്. ന്യൂസ് ഡെസ്ക് CCTV. ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ചാവക്കാട് വീണ്ടും കോവിഡ് പോസിറ്റീവ് കേസുകൾ ഉയരുന്നു. താലൂക്ക് ആശുപത്രിയിൽ ശനിയാഴ്ച നടത്തിയ ആന്റിജൻ പരിശോധനയിൽ 31 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ 18 പേർ ചാവക്കാട് നഗരസഭയിൽ നിന്നുള്ളവരാണ്. എടക്കഴിയൂർ സ്വദേശികളായ 4 പേർ, വാടാനപ്പള്ളി സ്വദേശികളായ 3 പേർ, 2 പൂക്കോട് സ്വദേശികൾ, കുന്നംകുളം, ഗുരുവായൂർ, പാവറട്ടി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോരുത്തർ എന്നിവർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ആകെ 76 പേരെയാണ് പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. കഴിഞ്ഞ ഒരാഴ്ചയായി കോവിഡ് കേസുകളിൽ വലിയ കുറവുണ്ടായിരുന്നത് മേഖലയ്ക്ക് ആശ്വാസമായിരുന്നു. ഗുരുവായൂരിൽ അസിസ്റ്റന്റ് വികാരിയടക്കം 19 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. വിവിധ ആശുപത്രികളിലായി നടത്തിയ RT-PCR പരിശോധനയിലാണ് അർബൻ സോണിൽ 9 പേർക്കും, പൂക്കോട് സോണിൽ 5 പേർക്കും, തൈക്കാട് സോണിൽ 3 പേർക്കും രോഗം സ്ഥിരീകരിച്ചത്. 22ാം വാർഡിൽ 4, 17ൽ 3, 8, 36 വാർഡുകളിൽ 2 പേർ വീതവും 5, 11, 23, 28, 32, 35 വാർഡുകളിൽ ഓരോരുത്തർ വീതവും രോഗികളായി. നഗരസഭാ പരിധിയിൽ പുതിയ കണ്ടെയ്ൻമെന്റ് സോണുകളില്ല.
ചൂണ്ടൽ പഞ്ചായത്തിൽ ശനിയാഴ്ച 32 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പഞ്ചായത്ത് പരിധിയിൽ രോഗവ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് പൊതുജനങ്ങൾക്ക് ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി. പട്ടിക്കരയിൽ 35 വയസ്സുള്ള പുരുഷൻ, 48 വയസ്സുള്ള പുരുഷൻ, 42 വയസ്സുള്ള പുരുഷൻ, 43 വയസ്സുള്ള പുരുഷൻ, ചിറപ്പറമ്പിൽ 18 വയസ്സുള്ള പുരുഷൻ, 20 വയസ്സുള്ള പുരുഷൻ, 22 വയസ്സുള്ള പുരുഷൻ, 30 വയസ്സുള്ള പുരുഷൻ, മണലിയിൽ 38 വയസ്സുള്ള പുരുഷൻ, എരനെല്ലൂരിൽ 34 വയസ്സുള്ള പുരുഷൻ, ആയമുക്കിൽ 61 വയസ്സുള്ള സ്ത്രീ, 32 വയസ്സുള്ള പുരുഷൻ, 40 വയസ്സുള്ള പുരുഷൻ, 51 വയസ്സുള്ള പുരുഷൻ, 47 വയസ്സുള്ള സ്ത്രീ, തലക്കോട്ടുകരയിൽ 33 വയസ്സുള്ള പുരുഷൻ, 31 വയസ്സുള്ള പുരുഷൻ, മത്തനങ്ങാടിയിൽ 68 വയസ്സുള്ള പുരുഷൻ, 55 വയസ്സുള്ള സ്ത്രീ, ചിറനെല്ലൂരിൽ 60 വയസ്സുള്ള പുരുഷൻ, 43 വയസ്സുള്ള സ്ത്രീ, 35 വയസ്സുള്ള സ്ത്രീ, 15 വയസ്സുള്ള ആൺകുട്ടി, കേച്ചേരിയിൽ 51 വയസ്സുള്ള സ്ത്രീ, 61 വയസ്സുള്ള പുരുഷൻ, പയ്യൂരിൽ 36 വയസ്സുള്ള പുരുഷൻ, 18 വയസ്സുള്ള പുരുഷൻ, കുനമുച്ചിയിൽ 44 വയസ്സുള്ള പുരുഷൻ, 24 വയസ്സുള്ള പുരുഷൻ, പെരുമണ്ണിൽ 63 വയസ്സുള്ള പുരുഷൻ, ചൂണ്ടലിൽ 58 വയസ്സുള്ള സ്ത്രീ എന്നിവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. CCTV ന്യൂസ്, കേച്ചേരി. എരുമപ്പെട്ടിയിൽ ആശങ്ക വർദ്ധിക്കുന്നു. പഞ്ചായത്തിൽ ശനിയാഴ്ച 23 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗലക്ഷണങ്ങളെ തുടർന്ന് വിവിധ ആശുപത്രികളിൽ നടത്തിയ പരിശോധനയെ തുടർന്നാണ് രോഗം കണ്ടെത്തിയത്. 8-ാം വാർഡ് കുണ്ടന്നൂരിൽ 12 പേർക്ക് രോഗം ബാധിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. രോഗം ബാധിച്ചവരെല്ലാം തന്നെ ഉറവിടമറിയാത്ത കേസുകളായത് ആരോഗ്യവകുപ്പിനെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. കുന്നംകുളത്ത് ശനിയാഴ്ച 15 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. നഗരസഭയിലെ കാണിയമ്പാൽ, കുറുക്കൻപാറ, ശാന്തിനഗർ, കീഴൂർ നോർത്ത്, ചെറുകുന്ന്, വൈശ്ശേരി, തെക്കേപ്പുറം, ആലത്തൂർ എന്നീ പ്രദേശങ്ങളിലുള്ളവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 3-ാം വാർഡ് കീഴൂർ നോർത്തിൽ 73 വയസ്സുള്ള പുരുഷൻ, 5-ാം വാർഡ് വൈശ്ശേരി 11 വയസ്സുള്ള പുരുഷൻ, 34 വയസ്സുള്ള സ്ത്രീ, 11-ാം വാർഡ് ചെറുകുന്ന് 25 വയസ്സുള്ള പുരുഷൻ, 18-ാം വാർഡ് കാണിയമ്പാൽ 42 വയസ്സുള്ള പുരുഷൻ, 20-ാം വാർഡ് ശാന്തിനഗർ 67 വയസ്സുള്ള പുരുഷൻ, 74 വയസ്സുള്ള സ്ത്രീ, 21 വയസ്സുള്ള പുരുഷൻ, 21-ാം വാർഡ് തെക്കേപ്പുറത്ത് 70 വയസ്സുള്ള പുരുഷൻ, 30 വയസ്സുള്ള സ്ത്രീ, 26 വയസ്സുള്ള സ്ത്രീ, 62 വയസ്സുള്ള പുരുഷൻ, 29 വയസ്സുള്ള പുരുഷൻ, 22-ാം വാർഡ് കുറുക്കൻപാറയിൽ 33 വയസ്സുള്ള സ്ത്രീ, 35-ാം വാർഡ് ആലത്തൂരിൽ 49 വയസ്സുള്ള പുരുഷൻ എന്നിവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ ശനിയാഴ്ച 21 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗത്തിനും ഭർത്താവിനും മറ്റൊരംഗത്തിന്റെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെയുള്ളവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 10-ാം വാർഡിൽ 48 വയസ്സുള്ള സ്ത്രീ, 53 വയസ്സുള്ള പുരുഷൻ, 33 വയസ്സുള്ള പുരുഷൻ, 31 വയസ്സുള്ള പുരുഷൻ, 5-ാം വാർഡിൽ 16 വയസ്സുള്ള ആൺകുട്ടി, 12 വയസ്സുള്ള ആൺകുട്ടി, 6-ാം വാർഡിൽ 40 വയസ്സുള്ള സ്ത്രീ, 11-ാം വാർഡിൽ 50 വയസ്സുള്ള പുരുഷൻ, 12-ാം വാർഡിൽ 60 വയസ്സുള്ള സ്ത്രീ, 38 വയസ്സുള്ള സ്ത്രീ, 78 വയസ്സുള്ള സ്ത്രീ, 14-ാം വാർഡിൽ 26 വയസ്സുള്ള പുരുഷൻ, 53 വയസ്സുള്ള സ്ത്രീ, 37 വയസ്സുള്ള സ്ത്രീ, 45 വയസ്സുള്ള പുരുഷൻ, 72 വയസ്സുള്ള പുരുഷൻ, 8-ാം വാർഡിൽ 15 വയസ്സുള്ള സ്ത്രീ, 1-ാം വാർഡിൽ 48 വയസ്സുള്ള പുരുഷൻ, 18 വയസ്സുള്ള പുരുഷൻ, 13 വയസ്സുള്ള ആൺകുട്ടി, 48 വയസ്സുള്ള പുരുഷൻ എന്നിവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ശ്രീകൃഷ്ണ കോളേജിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിൽ പങ്കെടുത്ത 83 പേരിൽ 13 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ബാക്കിയുള്ളവർ വിവിധയിടങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് പോസിറ്റീവായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ രോഗികളുടെ എണ്ണം വർദ്ധിച്ചത് ആശങ്കയ്ക്കിടയാക്കിയിരുന്നു. പഞ്ചായത്ത് പരിധിയിൽ രോഗവ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ആരോഗ്യ വിഭാഗം പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. CCTV ന്യൂസ്, കേച്ചേരി. കുന്നംകുളം നഗരസഭയിലെ കൗൺസിലർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ ഭാര്യയുമൊത്ത് ചികിത്സയ്ക്കായി എത്തിയതായിരുന്നു ഇദ്ദേഹം. ശേഷം വീട്ടിലെത്തിയപ്പോൾ പനിയുണ്ടായി. തൽക്കാലത്തേക്ക് മരുന്ന് കഴിച്ചെങ്കിലും പനി കനത്തതോടെ ഇദ്ദേഹം കോവിഡ് പരിശോധനയ്ക്ക് വിധേയനാവുകയായിരുന്നു. തുടർന്ന് ഫലം വന്നപ്പോൾ പോസിറ്റീവ് ആവുകയായിരുന്നു. നഗരസഭയിൽ യോഗങ്ങളും കൗൺസിലുമെല്ലാം സർക്കാർ നിർദ്ദേശപ്രകാരം ഓൺലൈൻ മുഖേനയാക്കിയതിനാൽ നഗരസഭയിൽ ഇദ്ദേഹത്തിന് സമ്പർക്ക സാധ്യതയില്ല എന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം ഇദ്ദേഹവുമായി വ്യക്തിപരമായി സമ്പർക്കത്തിലേർപ്പെട്ടവരുടെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് ആരോഗ്യ വിഭാഗം. കടവല്ലൂർ പഞ്ചായത്തിൽ 8 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. വിവിധ ആശുപത്രികളിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. വാർഡ് 2-ൽ 4 പേർ, വാർഡ് 1-ൽ 2 പേർ, വാർഡ് 14, വാർഡ് 16 എന്നിവിടങ്ങളിൽ ഒരാൾ വീതം എന്നിങ്ങനെയാണ് രോഗം സ്ഥിരീകരിച്ചത്. പോർക്കുളം പഞ്ചായത്തിൽ 5 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. വിവിധ ആശുപത്രികളിൽ നടത്തിയ സ്രവ പരിശോധനയിലാണ് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലുള്ള 5 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. കോവിഡ് വ്യാപനം രൂക്ഷമായ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ നിയന്ത്രണങ്ങളില്ലാതെ പൊതുജനങ്ങൾ. സെക്ടറൽ മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിലുള്ള പരിശോധന പ്രഹസനമെന്നും ആക്ഷേപം.
കോവിഡ്-19 വ്യാപകമാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ കുന്നംകുളം താലൂക്കിൽ ചൂണ്ടൽ, വേലൂർ പഞ്ചായത്തുകൾ തീവ്രബാധിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ച മന്ത്രി AC മൊയ്തീന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് കുന്നംകുളം നഗരസഭാ പ്രദേശത്തിനൊപ്പം ചൂണ്ടലിനെയും വേലൂരിനെയും തീവ്രബാധിത പ്രദേശമായി പ്രഖ്യാപിച്ചത്. പഞ്ചായത്ത് പരിധിയിൽ ഇതിനകം 450ഓളം പേർക്ക് പോസിറ്റീവായി കഴിഞ്ഞു. വീടുകളിലും ഫസ്റ്റ് ലൈൻ കേന്ദ്രങ്ങളിലും ആശുപത്രിയിലുമായി 100ലേറെ പേർ ചികിത്സയിൽ തുടരുകയും 2 പേർ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. രോഗബാധിതർ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ മന്ത്രി AC മൊയ്തീന്റെയും ജില്ലാ കളക്ടറുടെയും സാന്നിധ്യത്തിൽ കുന്നംകുളത്ത് ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ജാഗ്രത കുറവാണ് രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നതിന് കാരണമെന്ന് യോഗം വിലയിരുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കർശനമായ മാർഗനിർദ്ദേശങ്ങളാണ് പഞ്ചായത്ത് അധികൃതർക്കും പോലീസിനും ആരോഗ്യ വിഭാഗത്തിനും യോഗത്തിൽ നൽകിയിരുന്നത്. വൈകിട്ട് 7 മണിക്ക് ശേഷം കടകൾ തുറന്ന് പ്രവർത്തിക്കരുത്. ഹോട്ടലുകൾക്ക് 9 മണിവരെ പാഴ്സൽ നൽകാം. തെരുവോര കച്ചവടങ്ങൾ യാതൊരു കാരണവശാലും അനുവദിക്കില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയിരുന്നത്. ആദ്യ 2 നിർദ്ദേശങ്ങളും ഏറെക്കുറെ പാലിക്കപ്പെട്ടെങ്കിലും തെരുവോര കച്ചവടം നിർബാധം തുടരുകയാണ്. സമീപ പഞ്ചായത്തുകളിൽ നിന്നുള്ള കച്ചവടക്കാരുൾപ്പെടെയുള്ളവരാണ് പഞ്ചായത്തിലെ പ്രധാന കേന്ദ്രത്തിലെത്തി തെരുവു കച്ചവടം നടത്തുന്നത്. 60 വയസ്സ് കഴിഞ്ഞവരും ശരിയായ രീതിയിൽ മാസ്ക് ധരിക്കാതെയുള്ളവരും പുറത്തിറങ്ങി വെറുതെ കറങ്ങുന്നതും നിർബാധം നടക്കുന്നുണ്ട്. സെക്ടറൽ മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിൽ പോലീസിന്റെയും ആരോഗ്യ വിഭാഗത്തിന്റെയും സംയുക്ത പരിശോധനകൾ നടത്തണമെന്ന് നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ഇത് ഫലപ്രദമായി നടക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്റർക്കാണ് പഞ്ചായത്തിലെ സെക്ടറൽ മജിസ്ട്രേറ്റിന്റെ ചുമതലപ്പെടുത്തിയ ശേഷം 1 ദിവസം മാത്രമാണ് അദ്ദേഹം പരിശോധനയ്ക്കായി പഞ്ചായത്തിലെത്തിയത്. പ്രധാന കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താതെ ഉൾപ്രദേശങ്ങളിലാണ് പരിശോധന നടത്തിയതെന്നും ആക്ഷേപമുണ്ട്. തെരുവോര കച്ചവടങ്ങൾ പൊടിപൊടിക്കുകയും ആൾക്കൂട്ടങ്ങൾ സാധാരണ നിലയിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുമ്പോൾ ഉത്തരവാദിത്വം ഏൽപ്പിച്ചവർ കടമ നിറവേറ്റുന്നതിൽ വരുത്തുന്ന വീഴ്ച ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുമെന്ന ആശങ്കയാണ് പ്രദേശവാസികൾക്കുള്ളത്. CCTV ന്യൂസ്, കേച്ചേരി. വേലൂർ കുറുമാൽ സെന്റ് ജോർജ് ഇടവക പള്ളിയിലെ മുൻ ശുശ്രൂഷി കോവിഡ് ബാധിച്ചു മരിച്ചു. തേറാട്ടിൽ വാറുണ്ണി കൊച്ചുമാത്തുവാണ് മരിച്ചത്. 64 വയസ്സാണ്. കഴിഞ്ഞ ഒക്ടോബർ 4-നാണ് ശാരീരിക ബുദ്ധിമുട്ടിനെ തുടർന്ന് കൊച്ചുമാത്തുവിനെ തൃശൂർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസമാണ് മരണമടഞ്ഞത്. കുറുമാൽ ഇടവക പള്ളിയിൽ 16 വർഷം ശുശ്രൂഷയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കുറുമാൽ പള്ളിയിൽ പ്രത്യേകം സജ്ജമാക്കിയ കല്ലറയിൽ സംസ്കാരം നടത്തി. ജെസി ഭാര്യയും ബിജു, ജാസ്മിൻ എന്നിവർ മക്കളുമാണ്. ഇനി നാട്ടങ്കം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായതോടെ എരുമപ്പെട്ടി പഞ്ചായത്തിൽ മുന്നണികൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. 10 വർഷത്തെ തുടർ ഭരണത്തിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി ഭരണം നിലനിർത്താൻ UDF-ഉം ഭരണകോട്ടങ്ങളും വാഗ്ദാന ലംഘനങ്ങളും ചൂണ്ടിക്കാട്ടി LDF-ഉം പോരിനിറങ്ങുമ്പോൾ സീറ്റുകളുടെ എണ്ണത്തിലെ വർധനവിൽ പ്രതീക്ഷയർപ്പിച്ചാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. AM റഷീദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കഴിഞ്ഞ 10 വർഷമായി എരുമപ്പെട്ടി പഞ്ചായത്തിന്റെ ഭരണം കൈയാളുന്നത് കോൺഗ്രസാണ്. 18 വാർഡുകളുള്ള പഞ്ചായത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റ് നേടിയാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയത്. CPM-ന് 7 വാർഡിലും BJP-ക്ക് 1 വാർഡിലും പ്രാതിനിധ്യമുണ്ട്. 12-ാം വാർഡ് കൊടുമ്പ് വാർഡ് പിടിച്ചാണ് പഞ്ചായത്തിൽ ആദ്യത്തെ അക്കൗണ്ട് തുറന്നത്. ആകെ വാർഡുകളിൽ 4 വാർഡുകൾ വീതമാണ് കോൺഗ്രസിനും CPM-നും ഉറച്ച സീറ്റുകളെന്ന് അവകാശപ്പെടാനുള്ളത്. മറ്റു സീറ്റുകൾ മുൻകാലങ്ങളിൽ മാറി മറിഞ്ഞിട്ടുള്ളവയാണ്. എന്നിരുന്നാലും നിലവിലെ സീറ്റുകൾ നിലനിർത്തുന്നതിനോടൊപ്പം കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇരു കക്ഷികളും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതേസമയം നിലവിലെ 12-ാം വാർഡും തങ്ങൾക്ക് സ്വാധീനമുള്ള മറ്റു 2 വാർഡുകൾ കൂടി പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് BJP-യും ഉള്ളത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മുന്നണികൾ തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിലും സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് ധാരണാ ചർച്ചകളൊന്നും പൂർത്തിയായിട്ടില്ല. UDF എന്ന പേരിലാണെങ്കിലും മുഴുവൻ സീറ്റുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കാറുള്ളത്. 18-ാം വാർഡിലൊഴികെ മറ്റു വാർഡുകളിലൊന്നും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടില്ല. ഉറച്ച വാർഡുകൾ ഉൾപ്പെടെ നിലവിലെ വാർഡുകളിൽ മത്സരിക്കാൻ നേതാക്കളും പ്രവർത്തകരും അവകാശവാദം ഉന്നയിക്കുന്നതാണ് കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതിന് കാരണം. എന്നാൽ എക്കാലത്തെയും പോലെ അവസാന ഘട്ടമാകുമ്പോഴേക്കും ഐക്യകണ്ഠമായ തീരുമാനത്തിലെത്താൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. LDF മുന്നണി സംവിധാനത്തിൽ തന്നെയാണ് മത്സരിക്കാറുള്ളത്. എന്നാൽ സീറ്റ് പങ്കുവയ്ക്കുന്നതിലെ തർക്കം മൂലം പ്രധാന കക്ഷിയായ CPI കഴിഞ്ഞ തവണ മുന്നണി വിട്ട് തനിച്ചാണ് മത്സരിച്ചതെങ്കിലും ഒരു സീറ്റിലും വിജയിച്ചില്ല. അതേസമയം ഇത്തവണ ധാരണയിൽ മത്സരിക്കാനുള്ള സാധ്യതയാണ് നേതൃത്വം നൽകുന്ന സൂചന. NCP-യും LDF-ന്റെ ഭാഗമായുണ്ട്.
പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ ഉറച്ച സീറ്റായ 1-ാം വാർഡിലാണ് NCP മത്സരിക്കാറുള്ളതെന്നതിൽ വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ല. സ്ഥാനാർത്ഥികളെക്കുറിച്ച് CPM-ൽ ഏകദേശം ധാരണയുണ്ടെങ്കിലും ഒരു സൂചന പോലും നേതൃത്വം പുറത്തുവിട്ടിട്ടില്ല. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലെ 3 ഡിവിഷനുകളും തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു ഡിവിഷനുമാണ് എരുമപ്പെട്ടി പഞ്ചായത്തിൽ ഉൾപ്പെടുന്നത്. എരുമപ്പെട്ടി മങ്ങാട് ബ്ലോക്ക് ഡിവിഷനുകളിൽ കോൺഗ്രസും ചിറ്റണ്ട ബ്ലോക്ക് ഡിവിഷനിൽ CPM-ഉമാണ് നിലവിലുള്ളത്. ജില്ലാ പഞ്ചായത്തിലെ എരുമപ്പെട്ടി ഡിവിഷനിൽ കോൺഗ്രസാണ് നിലവിലുള്ളത്. ഈ സീറ്റുകളെല്ലാം നിലനിർത്താൻ കഴിയുമെന്നാണ് ഇരുവിഭാഗവും പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം പഞ്ചായത്തിൽ വികസനങ്ങളുടെ സുവർണ കാലമായിരുന്നുവെന്ന് പ്രസിഡന്റ് മീന ശലമോന്റെ നേതൃത്വത്തിലുള്ള UDF ഭരണസമിതി അവകാശപ്പെടുന്നു. എന്നാൽ UDF ഭരണസമിതി വലിയ പരാജയമായിരുന്നുവെന്നാണ് LDF ആരോപിക്കുന്നത്. പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നുപോലും നടപ്പിലാക്കിയിട്ടില്ലെന്നും വെള്ളം, പാർപ്പിടം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്നതിൽ വീഴ്ചയുണ്ടായെന്നും LDF ആരോപിച്ചു. അതേസമയം ഭരണ പ്രതിപക്ഷമായ കോൺഗ്രസിന്റെയും CPM-ന്റെയും കൂട്ടുഭരണമാണെന്ന് ആരോപിച്ചാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായാൽ മാത്രം ജയപരാജയ സാധ്യതയുള്ള യഥാർത്ഥ ചിത്രം വ്യക്തമാവുകയുള്ളൂ. CCTV ന്യൂസ് എരുമപ്പെട്ടി. എരുമപ്പെട്ടി പഞ്ചായത്ത് 4-ാം വാർഡ് കുട്ടഞ്ചേരിയിലെ 5 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങളുടെ രേഖ പ്രകാശനം നിർവഹിച്ചു. CPM ഏരിയ സെക്രട്ടറി PN സുരേന്ദ്രൻ വികസന രേഖ പ്രകാശനം ചെയ്തു. വാർഡ് സെക്രട്ടറി K ശാരദാമ്മ അധ്യക്ഷയായി. വാർഡ് മെമ്പർ VC ബിനോജ് മാസ്റ്റർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KM അഷ്റഫ്, MS സിദ്ധൻ, ബ്രാഞ്ച് സെക്രട്ടറിമാരായ ഷൈബു K ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റു വാർത്തകളിലേക്ക്. ചാവക്കാട് ദേശീയപാത തിരുവത്രയിൽ റോഡ് മുറിച്ചു കടക്കവെ കാറിടിച്ച് വയോധികൻ മരിച്ചു. അകലാട് മൊയ്തീൻ പള്ളിക്ക് സമീപം ആലിപ്പുരയ്ക്കൽ ശങ്കരനാണ് മരിച്ചത്. 65 വയസ്സാണ്. ശനിയാഴ്ച രാവിലെ 11:30യോടെയാണ് തിരുവത്ര കുമാർ സ്കൂളിന് സമീപം ലോട്ടറി വിൽപ്പനക്കാരനായ ശങ്കരൻ അപകടത്തിൽപ്പെട്ടത്. കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുകയായിരുന്നു കാർ ശങ്കരനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. സാരമായി പരിക്കേറ്റ ശങ്കരനെ കോട്ടപ്പുറം ലാസിയോ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ഉച്ചയ്ക്ക് 2 മണിയോടെ മരണം സംഭവിക്കുകയായിരുന്നു. ഗിരിജയാണ് ഭാര്യ. ശരത്ത്, ശ്യാം എന്നിവർ മക്കളാണ്. സംസ്കാരം ഞായറാഴ്ച നടക്കും. ദേശീയപാത മന്ദലാംകുന്ന് പാപ്പാളിയിൽ നിയന്ത്രണം വിട്ട ടെമ്പോ വാൻ കമലാസുരയ്യ പാലിയേറ്റീവ് കെയർ ഓഫീസിലേക്ക് ഇടിച്ചു കയറി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. മൂവാറ്റുപുഴയിൽ നിന്നും മരം കയറ്റി കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന ടെമ്പോ വാനാണ് അപകടത്തിൽപ്പെട്ടത്. കമലാസുരയ്യ ഓഫീസിന് മുൻപിൽ നിന്നിരുന്ന മരം ഇടിച്ചു തെറിപ്പിച്ച വാൻ ഓഫീസ് കെട്ടിടത്തിൽ ഇടിച്ചാണ് നിന്നത്. മരം മുറിഞ്ഞു വീണ റോഡ് ഗതാഗതം കുറച്ചുനേരത്തേക്ക് തടസ്സപ്പെട്ടെങ്കിലും പാലിയേറ്റീവ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് തടസ്സങ്ങൾ നീക്കി ഗതാഗതം പുനരാരംഭിച്ചു. ഡ്രൈവറും ക്ലീനറുമാണ് വാനിൽ ഉണ്ടായിരുന്നത്. ഇവർക്ക് പരിക്കുകളൊന്നും ഏൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വടക്കേക്കാൽ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പെൺകരുത്തിന്റെ പ്രതീകം, ഇച്ഛാശക്തിയുടെ പ്രതിബിംബം. ഇന്ത്യയുടെ 5ാമത്തെ പ്രധാനമന്ത്രി ഇന്ദിര പ്രിയദർശിനിയുടെ ഓർമ്മകൾക്ക് 36 വയസ്സ്. പ്രപഞ്ചം, ഭൂമി, ജീവൻ, നാടുകൾ, സംസ്കാരങ്ങൾ ഇവയെല്ലാം വിവരിച്ച് ജയിലിൽ കിടന്ന ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ വെറുതെയായില്ല. ഇന്ത്യയുടെ എക്കാലത്തെയും കരുത്തുറ്റ വനിതാ പ്രധാനമന്ത്രിയായില്ല, പ്രധാനമന്ത്രിയായി തന്നെയാണ് ഇന്ദിര ഓർമ്മിക്കപ്പെടുന്നത്. ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവിൻ്റെ ഒരേയൊരു മകൾ. രാഷ്ട്രീയം ഇന്ദിരയ്ക്ക് അപരിചിതമായിരുന്നില്ല. അച്ഛൻ നാട് ഭരിക്കുമ്പോഴേ ഇന്ദിര ഭരണത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ സജീവമായിരുന്നു. 59-ൽ കോൺഗ്രസ് പ്രസിഡന്റായി. ശാസ്ത്രി മന്ത്രിസഭയിൽ വാർത്താ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയായി. ശേഷം പ്രധാനമന്ത്രി പദത്തിലേക്ക്. അയൽ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര വിഷയങ്ങളിൽ ശ്രദ്ധയോടെ കരുക്കൾ നീക്കി. കിഴക്കൻ പാകിസ്ഥാന്റെ വിമോചനത്തിനു വേണ്ടിയുള്ള സമരങ്ങളിൽ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെട്ട് പാകിസ്ഥാനുമായി യുദ്ധത്തിലേർപ്പെട്ടു. ഇത് ബംഗ്ലാദേശ് എന്ന രാജ്യത്തിൻ്റെ രൂപീകരണത്തിന് വഴിവെച്ചു. ഇക്കാലത്ത് ഇന്ത്യ സൈനികമായും സാമ്പത്തികമായും ഏറെ ഉയർന്നു. ബാങ്കുകളെ ദേശസാൽക്കരിച്ചതിലൂടെ ഇന്ത്യൻ സാമ്പത്തിക ചരിത്രത്തിൽ ഇന്ദിര സുപ്രധാനമായ നാഴികക്കല്ല് നാട്ടി. സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടനും കുട്ടികളുടെ ചാച്ചാജിയും ജനകീയനുമായിരുന്ന നെഹ്റുവിൻ്റെ മകൾ പക്ഷേ ഭരണത്തിൽ അത്ര ലളിതമനസ്കയായിരുന്നില്ല. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ കറുത്ത അധ്യായമായി ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെട്ട അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിലൂടെ ഒരു ഏകാധിപതിയുടെ റോളിലേക്ക് ഇന്ദിര മാറുകയായിരുന്നു. तो मैं कह सकती हूँ कि एक खून का खतरा जितना मेरा है वो एक खून एक भारत को जीवित करेगा, भारत को मजबूती देगा. ഖാലിസ്ഥാൻ തീവ്രവാദികളെ അമർച്ച ചെയ്യാൻ സുവർണക്ഷേത്രത്തിൽ നടത്തിയ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഇന്ദിരയെ സിഖുകാരുടെ ശത്രുവാക്കി മാറ്റി. 1984 ഒക്ടോബർ 31 സിഖ് വംശജനായ സ്വന്തം സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ തന്നെ തോക്കിന്റെ ബാരൽ ഇന്ദിരയ്ക്ക് നേരെ തിരിഞ്ഞു. കർക്കശമായ നടപടികളിലൂടെ വിമർശനങ്ങൾ ഏറെ നേരിട്ട ഇന്ദിര
ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംബന്ധിച്ച് അത്ര സൗമ്യമായ ഓർമ്മകളല്ല സമ്മാനിക്കുന്നത്. എന്നിരുന്നാലും പെൺകരുത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും പ്രതീകമായി എന്നും അവർ ഓർമ്മിക്കപ്പെടും. 1000 കൊല്ലങ്ങൾക്കിടെ ജീവിച്ച ഏറ്റവും ശക്തിയായ ശ്രേഷ്ഠയായ വനിതയെ കണ്ടെത്താൻ BBC നടത്തിയ തെരഞ്ഞെടുപ്പിൽ ലോകമറിയുന്ന ഒട്ടേറെ പ്രമുഖ വനിതകളെ പിന്തള്ളി ഇന്ദിരാ പ്രിയദർശിനി ഒന്നാമതെത്തിയതും മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. ന്യൂസ് ഡെസ്ക് CCTV. വിവിധ സ്ഥലങ്ങളിൽ നടന്ന ഇന്ദിര അനുസ്മരണ പരിപാടികളുടെ വിശദാംശങ്ങൾ ഈ ബുള്ളറ്റിനിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക്. CV ശ്രീരാമൻ സ്മൃതി പുരസ്കാര സമർപ്പണം നടന്നു. പാറമ്പാടം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന പുരസ്കാര സമർപ്പണ സമ്മേളനം കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. CV ശ്രീരാമൻ ട്രസ്റ്റ് ചെയർമാൻ VK ശ്രീരാമൻ അധ്യക്ഷനായി. കഥാകൃത്ത് N പ്രഭാകരൻ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. KV അബ്ദുൽ ഖാദർ MLA മുഖ്യാതിഥിയായി. CV ശ്രീരാമന്റെ പത്നി യശോദ ശ്രീരാമൻ, പുരസ്കാരത്തിന് അർഹനായ കഥാകാരൻ വിവേക് ചന്ദ്രന് പുരസ്കാരം വിതരണം ചെയ്തു. KA മോഹൻദാസ് അവാർഡിനർഹനായ വന്യം എന്ന പുസ്തകം പരിചയപ്പെടുത്തി. വിവേക് ചന്ദ്രൻ പുരസ്കാരത്തിന് നന്ദി പറഞ്ഞു. ട്രസ്റ്റ് സെക്രട്ടറി TK വാസു, PS ഷാനു എന്നിവർ സംസാരിച്ചു. വലത്തൂർ സെന്റ് സിറേക്ക് കത്തോലിക്ക ദേവാലയത്തിൽ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണവും സ്ഥൈര്യ ലേപന ശുശ്രൂഷയും ഞായറാഴ്ച നടക്കും. തൃശൂർ അതിരൂപത മെത്രാപ്പൊലിത്ത മാർ ടോണി നിലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ചടങ്ങിൽ കുട്ടികളുടെ പരിശീലന വേളയിൽ പകർത്തിയെഴുതിയ ബൈബിളിന്റെ കയ്യെഴുത്തു പ്രതി പ്രകാശനം ഉണ്ടായിരിക്കും. ദീപിക ദിനപത്രത്തിന്റെ ഹെൽത്ത് കാർഡ് വിതരണ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കും. 22 കുട്ടികളാണ് പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണവും സ്ഥൈര്യലേപന ശുശ്രൂഷയും നടത്തുന്നത്. ചടങ്ങ് ഞായറാഴ്ച രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:45 വരെ CCTV സിനിമ ചാനലിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. വായ്പാ തിരിച്ചടവിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യം സാധ്യമാക്കുന്നതിന്റെ ഭാഗമായി എരുമപ്പെട്ടി വിവിധോദ്ദേശ സർവീസ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ വായ്പകളിൽ പലിശ ഇളവ് നൽകി. 2019 സാമ്പത്തിക വർഷം മുതൽ കൃത്യമായി വായ്പാ തവണകൾ അടച്ച 40 പേർക്കാണ് പലിശ ഇളവ് നൽകിയത്. സംഘം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ PF ദേവസി അധ്യക്ഷനായി. ഡയറക്ടർമാരായ KG വിനോദിനി, MK ജോസ്, TS മോഹനൻ, സെക്രട്ടറി സുനിത ജോഷി എന്നിവർ പങ്കെടുത്തു. അതിജീവനത്തിന്റെ 1000 പച്ചത്തുരുത്ത് പദ്ധതി വിജയകരമായി നടപ്പാക്കിയതിന് വടക്കേക്കാട് പഞ്ചായത്ത് 6ാം വാർഡ് ജനകീയ വികസന സമിതിക്ക് ഹരിത കേരള മിഷന്റെ അനുമോദനം. ജില്ലാ റിസോഴ്സ് പേഴ്സൺ TR സുരേഷ് ബാബു വഴി നൽകിയ അനുമോദന പത്രം സമിതി ചെയർമാൻ ശ്യാം പ്രകാശ്, വാർഡംഗം സിന്ധു മനോജിന് കൈമാറി. പഞ്ചായത്ത് പെർഫോമൻസ് ഓഡിറ്റർ ആന്റണി വാഴപ്പള്ളി, മാധ്യമപ്രവർത്തകൻ IB അബ്ദുറഹ്മാൻ, സമിതി പ്രവർത്തകരായ കൊച്ചന്നൂർ T ഭാസ്കരൻ, ജിതേഷ്, അൻവർ, TC സുരേഷ്, മിനി ജയൻ, മനോജ് എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം നഗരസഭയുടെ കുറുക്കൻപാറ ഗ്രീൻ പാർക്കിൽ പുതിയ ജൈവ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെയും മാലിന്യ സംസ്കരണ പരിശീലന കേന്ദ്രത്തിന്റെയും നിർമ്മാണ ഉദ്ഘാടനം നടന്നു. ഗ്രീൻ പാർക്കിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PM സുരേഷ് അധ്യക്ഷനായിരുന്നു. സ്ഥിരം സമിതി അധ്യക്ഷരായ സുമാ ഗംഗാധരൻ, KK ആനന്ദൻ, വാർഡ് കൌൺസിലർ വിദ്യാരഞ്ജിത്ത് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കേരളത്തിലെ മാതൃകാ ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റ് വിപുലപ്പെടുത്തുന്നതിനും മാലിന്യ സംസ്കരണം മറ്റുള്ളവർക്ക് കൂടി പഠിക്കുന്നതിനും കൂടുതൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനുമായാണ് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളതെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. 2020-21 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 60 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 7000 ചതുരശ്ര അടിയിൽ പുതിയ സംസ്കരണ കേന്ദ്രം നിലവിലെ പ്ലാന്റിനോട് ചേർന്ന് സ്ഥാപിക്കുന്നത്. 2500 ചതുരശ്ര അടിയിൽ 2 നിലകളിലായി ഓഫീസ്, പഠനമുറികൾ, ബാത്റൂം തുടങ്ങിയ സംവിധാനങ്ങളോടുകൂടി 38 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പരിശീലന കേന്ദ്രം സ്ഥാപിക്കുന്നത്. CCTV ന്യൂസ് കുന്നംകുളം. മരത്തങ്കോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ പരുമല തിരുമേനിയുടെ 118ാമത് ഓർമ്മ പെരുന്നാൾ നവംബർ 1, 2 തീയതികളിൽ ഭക്ത്യാദരപൂർവ്വം ആഘോഷിക്കും. 1-ാം തീയതി രാവിലെ 6:45 പ്രഭാത നമസ്കാരം, തുടർന്ന് വിശുദ്ധ കുർബാന, വൈകിട്ട് 6 സന്ധ്യാ നമസ്കാരം, പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം, തിരുശേഷിപ്പിൽ ധൂപപ്രാർത്ഥന, ആശീർവാദം എന്നിവയും 2-ാം തീയതി രാവിലെ 7 മണിക്ക് പ്രഭാത നമസ്കാരം, 8 മണിക്ക് വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, പ്രദക്ഷിണം, മാർ പിലക്സിനോസ് മെമ്മോറിയൽ അവാർഡ് വിതരണം, കേരള സാങ്കേതിക സർവകലാശാലയിൽ നിന്നും മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ 2ാം റാങ്ക് നേടിയ TJ ജിതിന് ഇടവകയുടെ അനുമോദനം, ആശീർവാദം എന്നിവ നടക്കും. സർക്കാരിന്റെ COVID-19 പ്രോട്ടോകോൾ അനുസരിച്ചാണ് പെരുന്നാൾ ആഘോഷിക്കുക. പരിപാടികൾക്ക് വികാരി ഫാദർ സ്റ്റീഫൻ ജോർജ്, ട്രസ്റ്റി CC ജോയ്, സെക്രട്ടറി സാംസൺ CK എന്നിവർ നേതൃത്വം നൽകും. പെരുന്നാൾ ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ CCTV പ്രാദേശിക ചാനലിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. COVID-19 പശ്ചാത്തലത്തിൽ അതിനെല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ വർഷം ആഘോഷങ്ങൾ ഒഴിവാക്കി അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും മാത്രം നിർവഹിക്കുന്നതൊക്കെ ഇടയായിട്ടുള്ളത്. നവംബർ 1-ാം തീയതി, അതായത് നാളെ, നമ്മുടെ പള്ളിയിൽ 7 മണിക്ക് പ്രഭാത നമസ്കാരത്തോടനുസരിച്ച് കുർബാന ഉണ്ടായിരിക്കും. 1-ാം സന്ധ്യാ നമസ്കാരം
6 മണിക്ക് ആരംഭിക്കും. തുടർന്ന് പള്ളിക്കുള്ള പ്രദക്ഷിണം ഉണ്ടാകും. പിന്നെ ധൂപ്രാർത്ഥന, ആശീർവാദം. 2-ാം തീയതി രാവിലെ 7 മണിക്ക് പ്രഭാത പ്രാർത്ഥനയും തുടർന്ന് വിശുദ്ധ 3 കുർബാന ഉണ്ടായിരിക്കും. തുടർന്ന് പള്ളിക്കുള്ള പ്രദക്ഷിണം ഉണ്ടാകും. ആശീർവാദ സ്നേഹിക വാഴും. ആകെ 20 പേർക്കാണ് പള്ളിയിൽ പ്രവേശനം ഉണ്ടാകുക. കുന്നംകുളം മെയിൻ റോഡ് സെന്റ് ഗ്രിഗോറിയോസ് പള്ളിയിലെ പെരുന്നാൾ ചടങ്ങുകൾക്ക് തുടക്കമായി. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും പള്ളിയിൽ വിശുദ്ധ കുർബാന നടന്നു. ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാന, വൈകിട്ട് 7-ന് സന്ധ്യാ നമസ്കാരം, തുടർന്ന് കൊടിയും കുരിശും ആശീർവാദം എന്നിവയും നടക്കും. തിങ്കളാഴ്ച രാവിലെ 7:30-ന് പ്രഭാത നമസ്കാരം, തുടർന്ന് വിശുദ്ധ 3-ന്മേൽ കുർബാന, പ്രദക്ഷിണം, ആശീർവാദം എന്നിവയോടുകൂടി പെരുന്നാൾ ചടങ്ങുകൾ അവസാനിക്കും. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചാണ് വിശ്വാസികൾക്ക് പ്രവേശനമുണ്ടാവുക. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കും. കോവിഡ് മാനദണ്ഡങ്ങളോടെ ആഘോഷിക്കുന്ന പെരുന്നാൾ ചടങ്ങുകൾക്ക് വികാരി ഫാദർ ഗീവർഗീസ് വർഗീസ്, കൈക്കാരൻ TI ഉല്ലാസ്, സെക്രട്ടറി CK ബാബു, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകും. പെരുന്നാൾ ദിവസങ്ങളിൽ ഒഴിച്ച് 20 പേർക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാം എന്നും ഇതിനായി മുൻകൂട്ടി പേരുകൾ ഓഫീസിൽ അറിയിക്കണമെന്നും വികാരി ഫാദർ ഗീവർഗീസ് വർഗീസ് അറിയിച്ചു. പെരുന്നാൾ ദിവസം വിശ്വാസികൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. മെയിൻ റോഡ് പള്ളി പെരുന്നാൾ CCTV സിനിമ ചാനലിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. ഉടമസ്ഥാവകാശത്തെ ചൊല്ലി തർക്കത്തിലിരുന്ന പുന്നയൂർകുളം സഹകരണ ബാങ്ക് പരിസരത്തെ ട്രാക്ടറും ട്രെയിലറുകളും പരൂർ പടവ് കർഷകർ കൊണ്ടുപോകുന്നതിനിടെ ബാങ്ക് അധികൃതരുടെ പരാതിയെ തുടർന്ന് വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിച്ചു. 2 വർഷത്തോളമായി മഴയും വെയിലും കൊണ്ട് തുരുമ്പെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു പുതുതായി മേടിച്ച 4 ട്രില്ലറുകൾ. പരൂർ പടവ് കോൾകൃഷി കമ്മിറ്റിയും പുന്നയൂർകുളം സർവീസ് സഹകരണ സംഘവും തമ്മിൽ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി ദീർഘനാളായി തർക്കവും കേസും നിലനിൽക്കുന്നുണ്ട്. പടവ് കർഷകർക്കായി മേടിച്ച യന്ത്രസാമഗ്രികൾ പുന്നയൂർകുളം ബാങ്കിന്റെ ഷെഡിൽ വെച്ചു എന്നാരോപിച്ച് ബാങ്ക് അധികൃതർ ട്രില്ലറുകളും ചക്രങ്ങളും പുറത്തേക്ക് മാറ്റുകയാണുണ്ടായത്. പിന്നീട് അവിടെ കിടന്ന് തുരുമ്പെടുത്ത് നശിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം പാടത്തേക്ക് ഇറക്കാൻ കർഷകരുടെ നേതൃത്വത്തിൽ പടവ് കമ്മിറ്റി തുനിഞ്ഞെങ്കിലും നിയമതടസ്സം പറഞ്ഞ് സഹകരണ ബാങ്ക് അധികൃതർ തടയുകയായിരുന്നു എന്ന് പടവ് കമ്മിറ്റി ആരോപിച്ചു. അത് 2 വർഷം മുന്നേ ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയതാണ്. കിട്ടിയ അവസരത്തിൽ ഞങ്ങളുടെ സാധാരണ നിലയിൽ വെക്കാറുള്ള ഞങ്ങളുടെ പരൂർക്കോട് കോൾകൃഷി സഹകരണ സംഘത്തിൻ്റെ ഭൂമിയിലാണ് ഞങ്ങൾ സാധാരണ ഗതിയിൽ വെക്കാറ്. അതുപോലെ ഞങ്ങൾ വെച്ചു. പിന്നീട് അവർക്ക് അത് ഞങ്ങളുടെ സ്ഥാപനമാണ്, ഞങ്ങൾ ഇവിടെ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ തടഞ്ഞ് കോടതിയിൽ കേസ് കൊടുത്തു. ഇപ്പോൾ മുണ്ടകൻ കൃഷിക്കായി വിത്തിറക്കിയിട്ടുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് യന്ത്രസാമഗ്രികൾ കൊണ്ടുവരാൻ കഴിയാത്തതിനാലും തുരുമ്പെടുത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യന്ത്രങ്ങൾ കർഷകർക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ഉപയോഗിക്കുവാനും വേണ്ടിയാണ് കൊണ്ടുപോകാൻ ശ്രമിച്ചതെന്ന് പടവ് കർഷക കമ്മിറ്റി പറഞ്ഞു. ഇതാണ് ബാങ്ക് അധികൃതർ ഇടപെട്ട് വീണ്ടും തടയുന്നത് എന്നും ഇവർ ആരോപിച്ചു. പടവ് കമ്മിറ്റി പ്രസിഡന്റ് സക്കീർ ഹുസൈൻ, സെക്രട്ടറി TK ഹസൻ, ട്രഷറർ അബ്ദുൾ ഷുക്കൂർ കോറത്തോയിൽ, കമ്മിറ്റി അംഗം അബ്ദുൾ ജബ്ബാർ, കർഷകരും അംഗങ്ങളുമായ സുബ്രഹ്മണ്യൻ, ശശി, ഷംസു തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് യന്ത്രങ്ങൾ കൊണ്ടുപോയി പ്രവർത്തനയോഗ്യമാക്കാൻ ശ്രമിച്ചത്. അതേസമയം യന്ത്രസാമഗ്രികൾ കൊണ്ടുപോകുന്നതിന് ബാങ്കിന്റെ ഭാഗത്തുനിന്നും യാതൊരുവിധ തടസ്സവും ഇല്ലെന്നും കൊണ്ടുപോകുന്ന സാധനങ്ങൾ രേഖാമൂലം എഴുതിത്തരണം എന്നാണ് കർഷകരോട് പറഞ്ഞതെന്നും ബാങ്ക് അധികൃതർ വ്യക്തമാക്കി. ഇതിന് പടവ് കമ്മിറ്റി തയ്യാറാകാത്തത് മൂലമാണ് പോലീസിൽ വിവരം അറിയിച്ചത്. കർഷകരോടുള്ള സ്നേഹം കൊണ്ടല്ല യന്ത്രങ്ങൾ കൊണ്ടുപോകുന്നതെന്നും കൃഷി ആവശ്യങ്ങൾക്കായി കൊണ്ടുവന്ന യന്ത്രങ്ങൾ ഉപയോഗിക്കാത്തതിനാൽ തിരിച്ച് കാർഷിക വകുപ്പിനെ ഏൽപ്പിക്കാനുള്ള ഉത്തരവ് മറികടക്കാനാണ് ഇവ പടവ് കമ്മിറ്റിക്കാർ കൊണ്ടുപോകുന്നതെന്നും ബാങ്ക് അധികൃതർ ആരോപിച്ചു. CCTV ന്യൂസ്, പുന്നയൂർകുളം. ചാവക്കാട് നഗരസഭ സജ്ജീകരിച്ച ജില്ലയിലെ ആദ്യത്തെ ഓപ്പൺ ജിം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ചാവക്കാട് നഗരസഭ ചത്തുരത്തിലാണ് ജിം ആരംഭിച്ചിരിക്കുന്നത്. ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കുവാനായി യുവജനങ്ങളെ വ്യായാമങ്ങളിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടി സംസ്ഥാന ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് ചാവക്കാട് നഗരസഭയ്ക്ക് ഓപ്പൺ ജിം അനുവദിച്ചത്. 3.5 ലക്ഷം ചെലവഴിച്ച് 9 വ്യായാമ ഉപകരണങ്ങളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. പൊതുജനങ്ങൾക്ക് സൗജന്യമായാണ് ഇതിന്റെ ഉപയോഗം. പദ്ധതിയുടെ ഉദ്ഘാടനം KV അബ്ദുൽ ഖാദർ MLA നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ NK അക്ബർ അധ്യക്ഷനായി. വൈസ് ചെയർപേഴ്സൺ മഞ്ജുഷ സുരേഷ്, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശ്രീജ, ഡെപ്യൂട്ടി DMO KN സതീഷ്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ KH സലാം, MB രാജലക്ഷ്മി, AA മഹേന്ദ്രൻ, സഫൂറ ബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ നിർമ്മാണം പൂർത്തിയായ ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം നവംബർ 4-ന് മുഖ്യമന്ത്രി നിർവഹിക്കും. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സർക്കാർ അനുവദിച്ച 67 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി നിർവഹിക്കുന്നത്. ചൂണ്ടൽ പഞ്ചായത്തിലെ കേച്ചേരിയിൽ 100 വർഷത്തിലേറെ പഴക്കമുള്ള വിദ്യാലയത്തിലാണ് LDF സർക്കാർ പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്.
സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു. സ്കൂൾ ഹാളിൽ നടന്ന യോഗം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KS കരീം അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ NA ഇക്ബാൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KP രമേശ്, MB പ്രവീൺ, UV ജമാൽ, ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ CF ജെയിംസ്, ആസൂത്രണ സമിതി അംഗങ്ങളായ PK രാജൻ മാസ്റ്റർ, വത്സൻ പാറന്നൂർ, പ്രധാനാധ്യാപിക ഫ്ലോറ ടീച്ചർ, അധ്യാപകർ, PTA കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KS കരീം ചെയർമാനായും പ്രധാനാധ്യാപിക ഫ്ലോറ ടീച്ചർ കൺവീനറായും സംഘാടക സമിതി രൂപീകരിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. കളഞ്ഞുകിട്ടിയ സ്വർണ്ണമാല ഉടമസ്ഥയ്ക്ക് തിരികെ നൽകി പോലീസ് ഉദ്യോഗസ്ഥൻ മാതൃകയായി. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ASI പ്രേംജിത്തിന് കുന്നംകുളം റോയൽ ആശുപത്രിയിൽ നിന്നാണ് സ്വർണ്ണമാല ലഭിച്ചത്. ഇത് ആശുപത്രിയിൽ ഏൽപ്പിച്ചു മടങ്ങുകയായിരുന്നു. ശനിയാഴ്ച ഉച്ചയോടെ മാലയുടെ ഉടമസ്ഥയായ തളി പുത്തൻപിടികയിൽ വീട്ടിൽ അബ്ബാസ് ഭാര്യ നബീസ ഭർത്താവിനൊപ്പം തെളിവ് സഹിതം സ്റ്റേഷനിലെത്തി SI ജോയിയുടെ സാന്നിധ്യത്തിൽ മാല പ്രേംജിത്തിൽ നിന്നും ഏറ്റുവാങ്ങുകയായിരുന്നു. ഗുരുവായൂർ ടെമ്പിൾ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന സമയം അമ്പലത്തിൽ ദർശനത്തിന് വന്ന വിമുക്ത ഭടന്റെ നഷ്ടപ്പെട്ട ബാഗ് മണിക്കൂറുകൾക്കുള്ളിൽ തിരികെ കണ്ടുപിടിച്ച് നൽകി. തൃശൂർ ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക പ്രശംസ ഏറ്റുവാങ്ങിയിട്ടുള്ള പോലീസ് ഓഫീസർ കൂടിയാണ് പ്രേംജിത്ത്. പാഴ്വസ്തുക്കൾ കൊണ്ട് പാടശേഖരത്തിലെ മൃഗശല്യത്തിന് പരിഹാരമൊരുക്കി എളവള്ളി സ്വദേശി. നടിയിൽ കഴിഞ്ഞ പാടശേഖരങ്ങളിൽ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശല്യം തടയാൻ പാഴ്വസ്തുക്കൾ കൊണ്ടുള്ള ഉപകരണം തയ്യാറാക്കിയിരിക്കുകയാണ് എളവള്ളി മരുതോ സ്വദേശി സുരേഷ്. കാക്കത്തിരുത്തു പാടശേഖരത്തിൽ ചിറ്റാറ്റുകര സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജിയോ ഫോക്സ് കൃഷിയിറക്കിയ ഭാഗങ്ങളിലാണ് സുരേഷ് തയ്യാറാക്കിയ പുതിയ ഉപകരണം സ്ഥാപിച്ചിട്ടുള്ളത്. 50 മീറ്റർ അകലങ്ങളിലായി 20 ഉപകരണങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട്. 50 ഏക്കർ പ്രദേശത്ത് ഇതിന്റെ ഗുണം ലഭിക്കും. ഉപയോഗശൂന്യമായ ബിയർ കുപ്പികൾ, പഴയ എക്സ്റേ ഷീറ്റുകൾ, ക്യൂടെക്സ് കുപ്പികൾ, വേലിക്കമ്പി, മരക്കൊമ്പുകൾ എന്നിവ കൊണ്ടാണ് ശബ്ദം പുറപ്പെടുവിക്കുന്ന ഈ പുതിയ ഉപകരണത്തിന്റെ നിർമ്മാണം. 5 അടി ഉയരമുള്ള 2 മരക്കൊമ്പുകൾ മണ്ണിൽ താഴ്ത്തി മുകളിലായി ഒരു മരക്കൊമ്പ് വെച്ചുകെട്ടി അതിൽ 3 ബിയർ കുപ്പികൾ വേലിക്കമ്പിയിൽ തൂക്കിയിടുകയും അതിനരികിലായി വേലിക്കമ്പിയിൽ കെട്ടിയ ക്യൂടെക്സ് കുപ്പിയും അടിഭാഗത്തായി എക്സ്റേ ഷീറ്റും ഘടിപ്പിച്ചാണ് ഉപകരണം ഒരുക്കിയിട്ടുള്ളത്. കാറ്റിന്റെ ഗതിയനുസരിച്ച് എക്സ്റേ ഷീറ്റ് ഇളകുമ്പോൾ ക്യൂടെക്സ് കുപ്പി ബിയർ കുപ്പികളിൽ തട്ടിയാണ് ശബ്ദം പുറപ്പെടുവിക്കുന്നത്. നടിയിൽ കഴിഞ്ഞാൽ എരണ്ടക്കൂട്ടങ്ങൾ വന്ന് കൃഷി നശിപ്പിക്കുന്നത് പതിവായിരുന്നു. പകൽ സമയങ്ങളിൽ പ്രാവിൻകൂട്ടങ്ങളും വിത്തു പെറുക്കി തിന്നുന്നതിനായി എത്തുന്നത് പതിവായിരുന്നു. 2 വർഷമായി ഗ്രാമപഞ്ചായത്തിലെ പാടശേഖരങ്ങളിൽ പന്നിശല്യവും രൂക്ഷമാണ്. കതിരിട്ട ശേഷം നെല്ല് തിന്ന് നശിപ്പിക്കുന്ന മയിലുകളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. കർഷകർക്ക് ശല്യമുണ്ടാക്കുന്ന മൃഗങ്ങളെ നശിപ്പിക്കുന്നത് സംബന്ധിച്ച് പല നിയമപ്രശ്നങ്ങളും നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പുതിയ ഉപകരണം കർഷകർക്ക് വലിയ ആശ്വാസമാകുന്നത്. സദാസമയവും ഉണ്ടാകുന്ന ശബ്ദം കേട്ട് പക്ഷിമൃഗാദികൾ കൃഷിയിടങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. തികച്ചും പണച്ചെലവില്ലാതെ നിർമ്മിച്ച ഉപകരണം മറ്റു പാടശേഖരങ്ങളിലും സ്ഥാപിക്കാനാണ് കർഷകരുടെ നീക്കം. കർഷകരെ സംബന്ധിച്ചിടത്തോളം പന്നിയെയും ഒക്കെ നശിപ്പിക്കുന്നതിന് ഒട്ടേറെ നിയമ തടസ്സങ്ങളുണ്ട്. ഈ സമയത്താണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുരേഷ് ഇത്തരത്തിലുള്ള ഒരു പുതിയ ആശയവുമായി മുന്നോട്ട് വന്നത്. ഇത് ഏകദേശം 50 മീറ്റർ ഗ്യാപ്പ് ഇട്ടുകൊണ്ടാണ്, അകലത്തിലാണ് ഇതിപ്പോ ഒരു 20ഓളം ഇത്തരത്തിലുള്ള കെണികൾ, ഈ ശബ്ദം പുറപ്പെടുവിക്കുന്ന കെണികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഉപകരണം നിർമ്മിച്ച സുരേഷിനെ പാടശേഖര ഭാരവാഹികളായ PP മോഹനൻ, P ശിവശങ്കരൻ, KP സണ്ണി, ജിയോ ഫോക്സ് എന്നിവരുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. നാട്ടിൽ നിന്നും ശേഖരിക്കുന്ന പാഴ്വസ്തുക്കൾ കൊണ്ട് നിർമ്മിക്കുന്ന തികച്ചും ചെലവ് കുറഞ്ഞ ഉപകരണം മറ്റു പാടശേഖരങ്ങളിലും പരീക്ഷിക്കാനാണ് കർഷകരുടെ നീക്കം. തീർച്ചയായും ഇത് വലിയൊരു പരീക്ഷണം നടത്തിയത് വിജയമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. മറ്റു പാടശേഖരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും എളവള്ളി ഗ്രാമപഞ്ചായത്തിന്റെ തന്നെ പൊതുവെ മറ്റുള്ള പാടശേഖരങ്ങളിലേക്കും ഇത് വ്യാപിക്കുന്നത് മൂലം ഈ പക്ഷി മൃഗാദികളുടെ ശല്യം കൃഷിയിടങ്ങളിൽ നിന്നും ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. CCTV ന്യൂസ്, കേച്ചേരി. നിർധന കുടുംബത്തിന് സഹായഹസ്തവുമായി വാർഡ് മെമ്പറും പ്രവാസി കൂട്ടായ്മയും പോർക്കുളം പഞ്ചായത്തിലെ വേദക്കാട് കരുമാത്ത് വേണുഗോപാലിന്റെ കുടുംബത്തിനാണ് സഹായവുമായി കൂട്ടായ്മ എത്തിയത്. കഴിഞ്ഞ പ്രളയത്തിൽ തകർന്ന ഇവരുടെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കാണ് മെമ്പറും കൂട്ടായ്മയും ചേർന്ന് പുനർനിർമ്മിച്ച് നൽകിയത്. പ്രവാസി കൂട്ടായ്മ അംഗങ്ങളുടെ സഹായത്തോടെ വാർഡ് മെമ്പറായ മധു പുന്നത്തൂരിന്റെ നേതൃത്വത്തിൽ അജിത്ത്, വിനു, ബാബു എന്നിവർ ചേർന്ന് 17,000 രൂപ വിലയുള്ള പുതിയ സെപ്റ്റിക് ടാങ്ക് വാങ്ങി സ്ഥാപിച്ചു നൽകി. നിർമ്മാണ പ്രവൃത്തികളും ഇവർ തന്നെയാണ് ചെയ്തത്. അമിത രക്തസമ്മർദ്ദം മൂലം തളർന്ന് തൊഴിലെടുക്കാൻ
കഴിയാതെ വരുമാനം നിലച്ച വേണുഗോപാലിനും പ്രായമായ അമ്മയും ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്ന ഈ നിർധന കുടുംബത്തിന് മെമ്പറുടെയും കൂട്ടായ്മയുടെയും സഹായം വലിയ ആശ്വാസമായി. അവരെ സെപ്റ്റി ടാങ്ക് ഒരു മാസം മുമ്പ് തകർന്നു പോവുകയും ഇപ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ ഭേദക്കാടുള്ള ഞങ്ങൾ 3 പേരുടെ നേതൃത്വത്തിലുള്ള ഗൾഫ് കൂട്ടായ്മയുണ്ട്. അവരുടെ സഹകരണത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സെപ്റ്റി ടാങ്ക് പുതിയ കുഴിവിട്ട് സെപ്റ്റി ടാങ്ക് സ്ഥാപിച്ചു കൊടുക്കുന്നത്. പഞ്ചായത്തിൽ നിന്ന് കിട്ടണമെങ്കിൽ ആരെങ്കിലും കിട്ടുന്നത് സമയം വൈകും. അപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങളാ കഴിയുന്ന ഞങ്ങളുടെ ഈ വേദക്കാട് കൂട്ടായ്മ ഗൾഫ് കൂട്ടായ്മ ഞങ്ങളുടെ നേതൃത്വത്തിൽ ഇത് സ്ഥാപിച്ചു കൊടുക്കുക. സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ മുഖ്യപ്രതി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കടങ്ങോട് മണ്ഡലം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പന്തംകുളത്തി പ്രകടനം നടത്തി. പന്നിത്തടം സെന്ററിൽ നടത്തിയ പ്രകടനത്തിൽ വാർഡ് പ്രസിഡന്റ് ഷർഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. പ്രകടനത്തിൽ ബൂത്ത് പ്രസിഡന്റ് സുഭാഷ്, സുനിൽ, അസീസ്, മനോഹരൻ എന്നിവർ പങ്കെടുത്തു. മന്ദലാംകുന്ന് മഹല്ലെ SKSSF യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മൗലിദ് സദസ്സും പ്രഭാഷണവും സംഘടിപ്പിച്ചു. മർഹൂം ഹാജി കുഞ്ഞിപ്പോക്കർ മുസ്ലിയാരുടെ മക്ക മജ്ലിസിൽ നടക്കുന്ന പ്രഭാഷണത്തിന് യൂണിറ്റ് രക്ഷാധികാരി അഷ്റഫ് മൗലവി നേതൃത്വം നൽകി. പ്രസിഡന്റ് അബിവക്കാസ് ഹുദവി പ്രഭാഷണം നടത്തി. സെക്രട്ടറി അഷ്കർ ബദരി, ഇബാദ് മേഖലാ ചെയർമാൻ റഷീദ് മൗലവി, SKSSF മേഖലാ സെക്രട്ടറി സംറത്ത് അംബാല, വർക്കിംഗ് സെക്രട്ടറി ഫയാദ് തെക്കാത്ത്, സർഗലയം സെക്രട്ടറി മുഹൈദീബ്, ട്രെൻഡ് സെക്രട്ടറി നിസാം ഹുദവി, മക്കാം ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽപ്പെടുത്തി 13 ലക്ഷം രൂപ വകയിരുത്തി പണി പൂർത്തീകരിച്ച പെങ്ങാമുക്ക് മൂലേപ്പാട് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് നിർവഹിച്ചു. പദ്ധതി പ്രാവർത്തികമാക്കാൻ ഫണ്ട് അനുവദിച്ച ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ K. ജയശങ്കർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് CK സദാനന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MS സുരേഖ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗീതാ സതീശൻ, പഞ്ചായത്ത് അംഗങ്ങളായ വിജയഗോപി, MS മണികണ്ഠൻ, മോളി തമ്പി, അനിത മുരളി തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച കവാടത്തിന്റെ ഉദ്ഘാടനം KV അബ്ദുൽ ഖാദർ MLA നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ NK അക്ബർ അധ്യക്ഷനായി. വൈസ് ചെയർപേഴ്സൺ മഞ്ജുഷ സുരേഷ്, സ്ഥിരം സമിതി അധ്യക്ഷരായ KH സലാം, MB രാജലക്ഷ്മി, AA മഹേന്ദ്രൻ, സഫൂറ ബക്കർ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശ്രീജ തുടങ്ങിയവർ പങ്കെടുത്തു. ജനവാസ കേന്ദ്രത്തിലെ തെരുവുനായ സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നും നായ്ക്കളെ വന്ധ്യംകരണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് ചൂണ്ടൽ പഞ്ചായത്തിലെ പയ്യൂർ ബ്രദേഴ്സിൽ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ സംരക്ഷിച്ചിരുന്ന തെരുവ് നായ്ക്കളെ വന്ധ്യംകരണത്തിനായി തൃശൂരിലെ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. ബ്രദേഴ്സ് സ്വദേശി PU പ്രദീപിന്റെ വീട്ടിലാണ് തെരുവ് നായ്ക്കളെ സംരക്ഷിച്ചിരുന്നത്. അപകടങ്ങളിൽ പരിക്കേറ്റവ ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്ന നായ്ക്കളെയാണ് പ്രദീപ് വീട്ടിൽ സംരക്ഷിച്ചിരുന്നത്. ജനവാസ കേന്ദ്രത്തിൽ നായ്ക്കൾ കൂട്ടമായി കറങ്ങുന്നത് മൂലം പ്രദേശവാസികൾ ഭീതിയിലാകുകയും കുട്ടികൾക്ക് വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യവുമാണ് നിലവിലുണ്ടായിരുന്നത്. പ്രദേശത്തെ നായ്ക്കളെക്കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കേണ്ടി വരുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. രൂക്ഷമായ ഗന്ധം അനുഭവിക്കേണ്ടി വരുന്നുണ്ടെന്നും നാട്ടുകാർ വ്യക്തമാക്കി. ഇതിനെ തുടർന്ന് പ്രദേശവാസികൾ പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചിരുന്നു. എന്നാൽ സംഭവത്തിൽ പരിഹാരമുണ്ടാക്കാൻ പഞ്ചായത്ത് അധികൃതർക്ക് സാധിക്കാത്ത സാഹചര്യത്തിൽ പ്രദേശവാസികൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നായ്ക്കളെ വന്ധ്യംകരണത്തിന് വിധേയമാക്കണമെന്ന് കാണിച്ചുള്ള ഉത്തരവ് ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചൂണ്ടൽ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, മൃഗസംരക്ഷണ വകുപ്പ് ജീവനക്കാർ, അനിമൽ ബർത്ത് കൺട്രോൾ പ്രവർത്തകർ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിൽ നായ്ക്കളെ ഏറ്റെടുക്കാൻ എത്തി. ഇതോടെ കോടതി ഉത്തരവ് തനിക്ക് മുൻപ് നൽകാത്തതിനാൽ നായ്ക്കളെ കൊണ്ടുപോകാനാകില്ലെന്ന നിലപാട് പ്രദീപ് സ്വീകരിക്കുകയും ചെയ്തു. ഉദ്യോഗസ്ഥർ നായ്ക്കളെ വന്ധ്യംകരിച്ച ശേഷം തിരികെ എത്തിക്കുമെന്ന് അറിയിച്ചുവെങ്കിലും പ്രദീപ് വഴങ്ങിയില്ല. കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ അനുവദിക്കാതിരുന്നാൽ നടപടി നേരിടേണ്ടി വരുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. നായ്ക്കളെ സംരക്ഷിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ സർട്ടിഫിക്കറ്റ് തനിക്കുണ്ടെന്ന് പ്രദീപ് പറഞ്ഞു. പിന്നീട് കുന്നംകുളത്ത് നിന്ന് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെത്തി നായ്ക്കളെ വന്ധ്യംകരണത്തിനായി കൊണ്ടുപോവുകയായിരുന്നു. CCTV ന്യൂസ്, കേച്ചേരി. എരുമപ്പെട്ടി തിച്ചൂർ NSS കരയോഗം പതാക ദിനം ആചരിച്ചു. കരയോഗം പ്രസിഡന്റ് ദിനേശ് പതാക ഉയർത്തി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സെക്രട്ടറി കൃഷ്ണൻകുട്ടി, ട്രഷറർ പരമേശ്വരൻ, ജോയിന്റ് സെക്രട്ടറി ചന്ദ്രൻ, കമ്മിറ്റി അംഗങ്ങളായ കല്യാണിക്കുട്ടി, വത്സല രതീഷ്, ശൈലജ തുടങ്ങിയവർ പങ്കെടുത്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് 17-ാം വാർഡ് ആറാട്ടുപുഴ റോഡിന്റെ ഉദ്ഘാടനം നടന്നു. 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് K. ഗോവിന്ദൻകുട്ടി അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NK കബീർ, വാർഡ് മെമ്പർ അനിത വിൻസെന്റ്, വാർഡ് പ്രസിഡന്റ് ഐജു എന്നിവർ സംസാരിച്ചു.
10ാം തരം പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച പ്രവാസിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ പഴഞ്ഞി ജെറുസലേം ചീരൻ വീട്ടിൽ ഷാജു സിബി ദമ്പതികളുടെ മകൻ സോനു ഷാജുവിന് ആദരം. കാട്ടകമ്പാൽ പഞ്ചായത്ത് ജനകീയ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ആദരം. കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ട്രോഫിയും പൊന്നാടയും നൽകി ആദരിച്ചു. ജനകീയ സമിതി കൺവീനർ സാബു ഐനൂർ, പൊതുപ്രവർത്തകൻ പ്രസാദ് പുലിക്കോടൻ എന്നിവർ ആശംസ അർപ്പിച്ചു. പുന്നൂർ പഞ്ചായത്ത് അവിയൂർ കുട്ടാടൻപാടത്ത് ഇക്കോ ടൂറിസം പാർക്കിനായി കളം ഒരുക്കുന്നു. നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ബുഷറ ഷംസുദ്ദീൻ നിർവഹിച്ചു. വാർഡ് മെമ്പർ RP ബഷീർ, വൈസ് പ്രസിഡന്റ് IP രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ സ്ഥലങ്ങളിൽ നടന്ന ഇന്ദിര അനുസ്മരണ പരിപാടികളുടെ വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാഭവനിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. DCC സെക്രട്ടറി KC ബാബു, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു C ബേബി, നേതാക്കളായ രാധാകൃഷ്ണൻ, CK ബാബു, അഡ്വക്കേറ്റ് CB രാജീവ്, VV സിനോജ്, ബീന ലിബിനി, മിനി മോൻസി, ഷിജി ജാക്സൺ, രാജൻ, ജിറിൻ P രാജു എന്നിവർ സംബന്ധിച്ചു. KSU കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ഉരുക്കു വനിതയും മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസിന്റെ കരുത്തുറ്റ നേതാവുമായ ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം അനുസ്മരണം നടത്തി. KSU ജില്ലാ ജനറൽ സെക്രട്ടറി ഗോകുൽ ഗുരുവായൂർ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് കിസാഫ് കരിക്കാട് അധ്യക്ഷനായിരുന്നു. KSU ഭാരവാഹികളായ ബബിൻ T അന്തിക്കാട്, റോഷൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോൺഗ്രസ് നെഹ്റു നഗർ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിര രക്തസാക്ഷിത്വ ദിന അനുസ്മരണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ബിജു C ബേബി അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് അജിത് ചീരൻ അധ്യക്ഷനായിരുന്നു. മുൻ വാർഡ് കൌൺസിലർ CV മാത്യൂസ്, യൂത്ത് കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് ജെറിൻ P രാജു, KSU ഭാരവാഹി ബബിൻ T അന്തിക്കാട്, ലബീബ് ഹസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. KPGD കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റി ഇന്ദിരാഗാന്ധി രക്തസാക്ഷി ദിനവും പുഷ്പാർച്ചനയും നടത്തി. മദ്യവിരുദ്ധ സമിതി യൂണിറ്റ് പ്രസിഡന്റും KPGD നിയോജകമണ്ഡലം വൈസ് ചെയർമാനുമായ ഫ്രാൻസിസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം ചെയർമാൻ VM രാജേഷ്, ഭാരവാഹികളായ MA രാജഗോപാൽ, K രാഗേഷ്, അശ്വിൻ, രാജേഷ് എന്നിവർ പങ്കെടുത്തു. വേലൂർ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ദിരാഗാന്ധിയുടെ 36ാമത് രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി സുഭാഷ് തിരുത്തിൽ പുഷ്പാർച്ചന നടത്തി. മണ്ഡലം വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ വട്ടംപറമ്പിൽ സംസാരിച്ചു. ദളിത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മണികണ്ഠൻ, വ്യാപാരി വ്യവസായ ജില്ലാ ട്രഷറർ ബിജു P ജോസ്, മണ്ഡലം സെക്രട്ടറി ഫ്രെഡ് D ജോൺ, ബ്ലോക്ക് വൈസ് ചെയർമാൻ സത്യൻ തണ്ടിലം, KGBT ജില്ലാ വൈസ് പ്രസിഡന്റ് വിജിനിൽ വിവേകാനന്ദൻ എന്നിവർ പങ്കെടുത്തു. കടങ്ങോട് മഹാത്മാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ദിരാ പ്രിയദർശിനിയുടെ 36ാമത് വാർഷിക രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. അനുസ്മരണ സമ്മേളനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി TK ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരികവേദി രക്ഷാധികാരി PV കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ സജി ചാത്തനാത്ത് സ്വാഗതം പറഞ്ഞു. സാംസ്കാരികവേദി ചെയർമാൻ രാമകൃഷ്ണൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വൈസ് ചെയർമാൻ PT സുരേന്ദ്രൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഉപാധ്യക്ഷൻ സലാം വലിയകത്ത്, PA മുരളി, ന്യൂനപക്ഷ സെൽ തൃശൂർ ജില്ലാ കൺവീനർ ഷറഫുദ്ദീൻ പന്നിത്തടം, സേവാദൾ നിയോജകമണ്ഡലം ചെയർമാൻ മനോഹരൻ, വനജ ഭാസ്കരൻ, മഹിളാ കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് ബേബി സദാനന്ദൻ, മണ്ഡലം സെക്രട്ടറി PB പ്രസാദ്, മണികണ്ഠൻ കാരാമിൽ, സണ്ണി പാഴിയോട്ടുമുറി, സാജു എയ്യാൽ, ബിജു ആദൂർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വേലൂർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ദിരാഗാന്ധി അനുസ്മരണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് രവീന്ദ്രൻ അമ്പക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, ബ്ലോക്ക് സെക്രട്ടറിമാരായ യേശുദാസ് PP, രാമചന്ദ്രൻ, ബെന്നി ആളൂർ, സ്വപ്ന രാമചന്ദ്രൻ, അനിൽ മാസ്റ്റർ, PK ശ്യാംകുമാർ, സാബു കുറ്റിക്കാട്, റെന്നി പുലിയന്നൂർ, കുര്യാക്കോസ് ജോൺ, സെബാസ്റ്റ്യൻ മാസ്റ്റർ, ജോബ് ഒലക്കെങ്കിൽ, ചന്ദ്രൻ, സണ്ണി പുലിക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. കടങ്ങോട് മഹാത്മാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ദിരാ പ്രിയദർശിനിയുടെ 36ാമത് വാർഷിക രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. അനുസ്മരണ സമ്മേളനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി TK ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരികവേദി രക്ഷാധികാരി PV കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ സജി ചാത്തനാത്ത്, സാംസ്കാരികവേദി ചെയർമാൻ രാമകൃഷ്ണൻ, വൈസ് ചെയർമാൻ PT സുരേന്ദ്രൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഉപാധ്യക്ഷൻ സലാം വലിയകത്ത്, PA മുരളി, ന്യൂനപക്ഷ സെൽ തൃശൂർ ജില്ലാ കൺവീനർ ഷറഫുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 36ാം രക്തസാക്ഷിത്വ ദിനം കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി അനുസ്മരണവും പുഷ്പാർച്ചനയും നടന്നു. മണ്ഡലം പ്രസിഡന്റ് NA നൌഷാദിന്റെ അധ്യക്ഷതയിൽ നടന്ന അനുസ്മരണ പരിപാടി ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി V വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. മറ്റം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് EA ജോസ് മാസ്റ്റർ, മഹിളാ കോൺഗ്രസ് മണലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് റൂബി ഫ്രാൻസിസ്, കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് സെക്രട്ടറി അപ്പു ആളൂർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഖിൽ അരങ്ങാശ്ശേരി എന്നിവർ സംസാരിച്ചു.
കോതച്ചിറ മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി അനുസ്മരണ യോഗവും സർദാർ വല്ലഭായ് പട്ടേൽ ജന്മദിനാഘോഷവും നടത്തി. യോഗം INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് തമ്പി കൊളന്നൂർ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ KV മുഹമ്മദ് അധ്യക്ഷനായി. M മുരളീധരൻ മൂത്താട്ട്, ഷാജു കൊളന്നൂർ, M ബാലൻ മൂത്താട്ട്, K കാസിം എന്നിവർ സംസാരിച്ചു. പുന്നൂർകുളം മണ്ഡലം പ്രവാസി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റും സംസ്ഥാന മെമ്പറുമായ VK കമറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന മെമ്പർ ചോ മുഹമ്മദ് ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അബൂബക്കർ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി PP ബാബു, റഷീദ്, പ്രവാസി മണ്ഡലം വൈസ് പ്രസിഡന്റ് ഉസ്മാൻ അണ്ടത്തോട്, കാസിം, കുഞ്ഞെയ്ത്, കബീർ, ആലു, അനസ് എന്നിവർ സംസാരിച്ചു. സുലൈമാൻ ഉപ്പുങ്ങൽ നന്ദിയും പറഞ്ഞു. പുന്നൂർകുളം മന്ദലാങ്കുന്ന് ഇന്ദിരാഗാന്ധി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിര അനുസ്മരണം നടത്തി. വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ഹുസൈൻ തെക്കാത്ത് ഉദ്ഘാടനം ചെയ്തു. ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് TP പ്രജോഷ് അധ്യക്ഷത വഹിച്ചു. ബൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാരായ ഷാഹുൽ, PM അലി വടക്കേയിൽ, ഇന്ദിരാഭവൻ ഭാരവാഹികളായ മണികണ്ഠൻ വലിയകത്ത്, അഷ്കർ MM, ഫൈസൽ, അസൈനാരകത്ത് എന്നിവർ പങ്കെടുത്തു. പുന്നൂർകുളത്ത് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 36ാം രക്തസാക്ഷിത്വ ദിനത്തിൽ പുതുതായി നിർമ്മിച്ച ഇന്ദിരാഗാന്ധി റോഡ് നാടിന് സമർപ്പിച്ചു. ഒരുമനയൂർ പഞ്ചായത്ത് 6ാം വാർഡിൽ പറയിരിക്കപ്പറമ്പ് ഭാഗത്താണ് പുതുതായി റോഡ് നിർമ്മിച്ചത്. ഇന്ദിരാഗാന്ധി റോഡ് എന്നാണ് നാമകരണം ചെയ്തിട്ടുള്ളത്. CFC ഫണ്ട് ഉപയോഗിച്ച് 8 ലക്ഷം രൂപ വകയിരുത്തി 185 മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് ചെയ്താണ് റോഡ് പ്രാവർത്തികമാക്കിയത്. മൊത്തം 330 മീറ്റർ നീളത്തിൽ ബാക്കി വരുന്ന 145 മീറ്റർ NRGS പദ്ധതി പ്രകാരം 5 ലക്ഷം രൂപ വകയിരുത്തി ടെൻഡർ നടപടികൾ പൂർത്തിയായതായും അടുത്ത ദിവസം പണികൾ ആരംഭിക്കുമെന്നും വാർഡ് മെമ്പർ മുനാഷ് മച്ചിങ്ങൽ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് ബുഷറ കുന്നമ്പത്ത് റോഡ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ മുനാഷ് മച്ചിങ്ങൽ അധ്യക്ഷനായിരുന്നു. കരീം കരിപ്പോട്, PP കുഞ്ഞുമോൻ, നജീബ്, PP അബു തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കേക്കാട് ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. വടക്കേക്കാട് പരിസരത്ത് നടത്തിയ പുഷ്പാർച്ചന INTUC മണ്ഡലം പ്രസിഡന്റ് മോഹനൻ മമ്പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് സത്യൻ വടക്കേക്കാട്, യൂണിറ്റ് പ്രസിഡന്റ് ഷക്കീർ ഏനക്കാലയിൽ തുടങ്ങിയവർ സംസാരിച്ചു. തെക്കേ പുന്നയൂർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 6ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കരീം കരിപ്പോട്ട് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ മുനാഷ് മച്ചിങ്ങൽ, PP കുഞ്ഞുമോൻ, PP അബു, അൻസിൽ, ഷാഹുൽ ഹമീദ്, ബാപ്പു ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. പോർക്കുളം പഞ്ചായത്തിലെ അഗതിയൂർ റേഷൻ കട റോഡിന്റെയും അഗതിയൂർ ചേന്നപുരം റോഡിന്റെയും നിർമ്മാണ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AV സുമതി നിർവഹിച്ചു. മന്ത്രി AC മൊയ്തീന്റെ പ്രതിനിധി TK വാസു ഫലകം അനാച്ഛാദനം നിർവഹിച്ചു. അഗതിയൂർ സ്കൂളിൽ നടന്ന ചടങ്ങിൽ പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാബു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ E രാഹുൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM നാരായണൻ, പോർക്കുളം പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ ശശി, CG രഘുനാഥ്, മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി ആകെ തയ്യാറാകുന്നു എന്നതിനോടൊപ്പം ആ വികസന മുന്നേറ്റത്തിൽ ഏറെ ആഹ്ലാദിക്കാൻ വക നൽകിയ ഒരു മണ്ണാണ് അഗതിയൂർ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വർഷങ്ങളുടെ ചരിത്രമുണ്ട് കലശമലയുടെ ടൂറിസം എന്ന പ്രത്യേക പദ്ധതിക്ക്. ഇപ്പം നാരായണനായിരുന്നാലും ദാസേട്ടനും അതുപോലെ തന്നെ രഘുവിനൊക്കെ അറിയാം. ഞങ്ങൾ പൊതുപ്രസ്ഥാനത്തിന്റെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഏറ്റവും ആദ്യം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയം കലശമല ടൂറിസമായി ഉയർത്തണം എന്നതായിരുന്നു. അത് നെല്ലുവായ് NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു. കരയോഗം പ്രസിഡന്റ് V ശങ്കരനാരായണൻ നായർ പതാക ഉയർത്തി. സെക്രട്ടറി KV വാസുദേവൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് 2019 കലാമണ്ഡലം ഫെലോഷിപ്പ് ലഭിച്ച സമുദായാംഗം കലാമണ്ഡലം നാരായണൻ നായരെ ആദരിച്ചു. പ്രസിഡന്റ് V ശങ്കരനാരായണൻ നായർ പൊന്നാട അണിയിച്ചു. സെക്രട്ടറി KV വാസുദേവൻ ഉപഹാരം നൽകി. KN ഉണ്ണികൃഷ്ണൻ, K ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഭരണസമിതി അംഗങ്ങളായ C രവീന്ദ്രൻ, സന്തോഷ് S നായർ, VA രാജൻ എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം നഗരസഭ കിഴൂരിൽ നിർമ്മിക്കുന്ന പകൽ വീടിന്റെ തറക്കല്ലിടൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പകൽ വീടിന്റെ തറക്കല്ലിടൽ നിർവഹിച്ചു. വൈസ് ചെയർമാൻ PM സുരേഷ് അധ്യക്ഷനായിരുന്നു. ചിറളയത്ത് അമ്മാളു മകൾ ശാന്തകുമാരിയമ്മയാണ് തന്റെ 17 സെന്റ് സ്ഥലവും പുരയിടവും കുന്നംകുളം നഗരസഭയ്ക്ക് പകൽ വീട് നിർമ്മിക്കാൻ എഴുതിക്കൊടുത്തത്. 68 വയസ്സായ ശാന്തകുമാരിയമ്മ നഗരസഭ പണിത് നൽകിയ പുതിയ വീട്ടിൽ തനിച്ച് താമസിച്ചു വരികയാണ്. KA അസീസാണ് ശാന്തകുമാരിയമ്മയുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നഗരസഭയ്ക്ക് വിട്ടു നൽകിയ ഭൂമിയിൽ വയോജനങ്ങൾക്ക് പ്രയോജനകരമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തണം എന്ന അവരുടെ ആഗ്രഹം നിറവേറ്റാനുള്ള ശ്രമത്തെ തുടർന്നാണ് നഗരസഭ ഈ ഉദ്യമത്തിന് രൂപം നൽകിയിട്ടുള്ളത്. ഈ സ്ഥലത്ത് 30 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് വയോജന മന്ദിരം പണിയുന്നത്. തന്റെ ചുറ്റുമുള്ളവരുടെ ദുഃഖം കണ്ടറിയുന്നതിനും തന്നാൽ കഴിയാവുന്ന സഹായം എത്തിക്കുന്നതിനും ഈ അമ്മ കാണിച്ച മനസ്സ് എല്ലാവരും മാതൃകയാക്കണമെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പറഞ്ഞു. നഗരസഭയിൽ വിവിധങ്ങളായിട്ടുള്ള
വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രായമായവർക്കും കൂടി അവരെ കൂടി ഉൾപ്പെടുത്തിയുള്ള വികസനമാണ് നഗരസഭയുടെ കാഴ്ചപ്പാട്. 30 ലക്ഷം രൂപയാണ് ഈ പകൽ വീടിന്റെ നിർമ്മാണത്തിന് വേണ്ടി നഗരസഭ മാറ്റിവെച്ചിരിക്കുന്നത്. വാർഡ് കൗൺസിലർ KB സലീം, പ്രിയ സജീഷ്, AK ബിനു തുടങ്ങിയവർ സംബന്ധിച്ചു. CCTV ന്യൂസ് പുന്നേർകുളം. പോർക്കുളം പഞ്ചായത്തിലെ കാർഷിക വിപണന കേന്ദ്രത്തിന്റെയും കോളനി റോഡിന്റെയും ഉദ്ഘാടനം നടത്തി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2010-2020 ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കോളനി റോഡ് റീടാറിംഗ് പൂർത്തീകരിച്ചത്. 2016-17 ജനകീയാസൂത്രണ പദ്ധതിയിലാണ് കാർഷിക വിപണന കേന്ദ്രം നിർമ്മിച്ചത്. പദ്ധതികൾ പൂർത്തീകരിച്ചിട്ട് പ്രവർത്തനം ആരംഭിച്ചെങ്കിലും ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ ഉദ്ഘാടനം വൈകുകയായിരുന്നു. 2 പദ്ധതികളുടെയും ഔപചാരിക ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AV സുമതി നിർവഹിച്ചു. ചടങ്ങിൽ പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാബു അധ്യക്ഷത വഹിച്ചു. LSDD അസിസ്റ്റന്റ് എഞ്ചിനീയർ OR ജയ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ജ്യോതിഷ്, ദേവദാസ്, പോർക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM നാരായണൻ, പഞ്ചായത്ത് മെമ്പർമാരായ അഡ്വക്കേറ്റ് രഞ്ജിത്ത്, ജിഷ ശശി, ജയപ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. താൽക്കാലിക കെട്ടിടത്തിൽ വർഷങ്ങളോളം പ്രവർത്തിച്ച കടവല്ലൂർ പഞ്ചായത്തിലെ ആൽത്തറ അങ്കണവാടിക്ക് പുതിയ കെട്ടിടമായി. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 10 ലക്ഷം രൂപ ഉപയോഗിച്ച് കടവല്ലൂർ പഞ്ചായത്തിന്റെ 16 സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റുമതിൽ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്കായി പഞ്ചായത്ത് 3.5 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് UP ശോഭന അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK ദേവദാസ്, KE സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. കടവല്ലൂർ പഞ്ചായത്തിലെ 12ാം വാർഡിൽ പുതുതായി നിർമ്മിച്ച അങ്കണവാടി കെട്ടിടത്തിലേക്ക് മതിയായ റോഡില്ലെന്നാരോപിച്ച് BJP കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. 4 സെന്റ് കോളനി, പോപ്പുലർ ക്രഷർ തുടങ്ങിയ പ്രദേശങ്ങളിലെ ആളുകളാണ് അങ്കണവാടിയുടെ പ്രധാന ഗുണഭോക്താക്കൾ. എന്നാൽ ഈ ഭാഗങ്ങളിൽ നിന്നും അങ്കണവാടിയിലേക്ക് പ്രവേശിക്കാൻ സ്വകാര്യ വ്യക്തി കൈയടക്കി വെച്ചിരിക്കുന്ന പുറമ്പോക്ക് ഭൂമിയാണുള്ളതെന്നും ഇത് ഒഴിപ്പിക്കാതെയാണ് ഉദ്ഘാടനം നടത്തിയതെന്നുമാണ് BJPയുടെ ആരോപണം. ഭൂമി ഒഴിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകിയിരുന്നെങ്കിലും പരിഗണിക്കാതെ തിടുക്കത്തിൽ ഉദ്ഘാടനം നടത്തുകയായിരുന്നുവെന്ന് BJP ആരോപിച്ചു. പ്രതിഷേധത്തിന് BJP കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ശങ്കരനാരായണൻ, സഹകാർ ഭാരതി ജില്ലാ വൈസ് പ്രസിഡന്റ് ദാസൻ തിപ്പിലശ്ശേരി, രാഷ്ട്രീയ സ്വയം സേവക് സംഘം ഇരട്ടകുളം ശാഖ മുഖ്യ ശിക്ഷക് ഹരികൃഷ്ണൻ, യുവമോർച്ച വാർഡ് കമ്മിറ്റി അംഗം മനീഷ എന്നിവർ നേതൃത്വം നൽകി. ഭാരതീയ ജനതാ പാർട്ടി ഇവിടുത്തെ വാർഡ് മെമ്പറോട് ഈ പ്രദേശത്ത് പുറമ്പോക്ക് സ്ഥലങ്ങളുള്ളത് ചൂണ്ടിക്കാണിക്കുകയും ഇതിൻ പ്രകാരം ഇതിന്റെ പ്രധാന ഗുണഭോക്താക്കളായി വരേണ്ട ആനക്കല്ല് പ്രദേശത്തു നിന്നും 4 സെന്റ് കോളനിയുടെ ഭാഗത്തു നിന്നും വരുന്ന ആളുകൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ അവിടേക്കുള്ള റോഡ് തുറന്നതിന് ശേഷം മാത്രമേ ഉദ്ഘാടനം നടത്താവൂ എന്ന് പറയുകയും തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ K ജയശങ്കർ 2019-20 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കടവല്ലൂർ പഞ്ചായത്തിലെ വാർഡ് 12 ആൽത്തറയിൽ നിർമ്മാണം പൂർത്തീകരിച്ച 29ാം നമ്പർ അംഗൻവാടിയുടെ ഉദ്ഘാടന വേദിയിലേക്ക് BJP നടത്തിയ സമരം രാഷ്ട്രീയ ലാഭത്തിനെന്ന് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുകൊണ്ട് നടത്തുന്ന കപട രാഷ്ട്രീയ നാടകം അവസാനിപ്പിക്കണമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി ആവശ്യപ്പെട്ടു. അപ്പോൾ ഇന്നിവിടെ നടത്തിയിട്ടുള്ള ഈ ആഭാസപരമായ സമരം ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നാലും അത് ഭൂഷണമല്ല, ജനങ്ങളെ വിഡ്ഢികളാക്കുക എന്നുള്ളതാണ്. അവരുന്നയിക്കുന്ന ആരോപണം ആ വഴി തെളിയിക്കാതെ ഇലക്ഷൻ്റെ മുന്നേ ഇത് ഇലക്ഷന് വേണ്ടി ഉദ്ഘാടനം കഴിച്ചു എന്നുള്ളതാണ്. തികച്ചും അടിസ്ഥാനരഹിതമാണത്. കാരണം 1ാം ഘട്ടം എന്ന് പറഞ്ഞത് ഈ ബിൽഡിംഗ് പണിയുക എന്നുള്ളത് തന്നെയാണ് ആ 10 ലക്ഷത്തിൽ ഉള്ളത്. ആ പണി വർക്ക് പൂർത്തീകരിച്ചു അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നു. ഈ ഭരണസമിതി തന്നെയാണല്ലോ അത് തുറന്നു കൊടുക്കേണ്ടത്. അടുത്തൊരു ഭരണസമിതി അല്ലല്ലോ അത് തുറന്നു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഭരണസമിതിക്ക് കാലാവധിക്കകത്തുള്ള പണികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ഈ അങ്കണവാടി ഉൾപ്പെടുത്തി പണി പൂർത്തീകരിച്ചു, ജനങ്ങൾക്ക് തുറന്നു കൊടുത്തു. ഇനിയുള്ള വർക്ക് പഞ്ചായത്തിൻ്റെയാണ്. അത് പഞ്ചായത്ത് സമയബന്ധിതമായിട്ട് അത് പൂർത്തീകരിക്കുമെന്നുള്ള യാതൊരുവിധ ആശങ്കമാർക്കും വേണ്ട. വാർഡിലെ വികസന പ്രവർത്തനത്തിൽ BJP രാഷ്ട്രീയം കളിക്കുകയാണെന്നും അങ്കണവാടിയിലേക്ക് കടന്നുവരാൻ 3 മീറ്റർ വീതിയിൽ റോഡുണ്ടെന്നും വാർഡ് മെമ്പർ നിഷ അരേക്കത്ത് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ നടത്തുന്നത് 10 ലക്ഷം രൂപയുടെ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം മാത്രമാണ്. ഇതിൻ്റെ നവീകരണത്തിന്, അതായത് ചുറ്റുമതിലിനായിട്ട് 3.5 ലക്ഷം രൂപ ഫണ്ട് വെച്ചിട്ടുണ്ട്. അത് അടുത്ത് തന്നെ പണിയും ചെയ്യും. ഇത് വെറും രാഷ്ട്രീയപരിതമായി കണ്ട് ജനങ്ങൾക്കെതിരെ പ്രതികരിക്കുമെന്ന് വിശ്വസിക്കുന്നു. സ്ഥലം കണ്ടെത്തുന്നതിനും അംഗൻവാടി നിർമ്മാണത്തിനും തുടക്കം കുറിച്ചത് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരും ഒരുമിച്ചു ചേർന്നാണെന്നും അതിനിടയിൽ ഉദ്ഘാടന വേളയിൽ BJP നടത്തിയ അനാവശ്യ പ്രതിഷേധം ജനങ്ങൾ അംഗീകരിക്കില്ലെന്നും CPM പ്രാദേശിക നേതാവ് PK നൌഷാദ് പറഞ്ഞു.
ഉദ്ഘാടനം നടക്കുമ്പോൾ ഏറ്റവും സുന്ദരമായ നിമിഷത്തെ മ്ലേച്ഛമാക്കുന്നതിന് വേണ്ടിയുള്ള നീചമായ ശ്രമമാണ് BJP ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇതിനെതിരെ CPIM ശക്തമായ പ്രതിഷേധം ഈ പൊതുജനങ്ങളിലൂടെ ഉയർത്തിക്കൊണ്ടുവരുമെന്നുകൂടി ഈ സമയത്ത് ഒരു സമര പ്രഖ്യാപനമായി CPIM ആൽത്ര ബ്രാഞ്ചിന് വേണ്ടി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. കോവിഡ് അതിവ്യാപനത്തെ തുടർന്ന് ജില്ലയിൽ നിരോധനാജ്ഞ നീട്ടിയ സാഹചര്യത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹ സ്മാരക സമിതി നവംബർ 1 ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിക്ക് സമർപ്പിക്കാനിരുന്ന കേളപ്പജി പുരസ്കാര സമർപ്പണം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചതായി സമിതി ഭാരവാഹികളായ ജനു ഗുരുവായൂർ, ഷാജു പുത്തൂർ എന്നിവർ അറിയിച്ചു. നോങ്ങല്ലൂരിൽ രാത്രിയുടെ മറവിൽ CPIM DYFI സംഘടനകളുടെ കൊടിതോരണങ്ങൾ, കൊടികാൽ, ബസ് സ്റ്റോപ്പ്, സ്തൂപം എന്നിവ സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. സംഭവത്തിന് പിന്നിൽ BJP ആണെന്ന് DYFI ആരോപിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കണക്കാക്കി സംഘർഷമുണ്ടാക്കാൻ ലക്ഷ്യമിട്ട് BJP നടത്തുന്ന അക്രമങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണമെന്ന് DYFI മേഖലാ വൈസ് പ്രസിഡന്റ് ജിത്തു പറഞ്ഞു. റിഷാദ്, ശ്രീകുട്ടൻ, സഞ്ജയ്, ആഷിഖ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നലെ രാത്രി BJP ഇവിടുത്തെ തെമ്മാടികൾക്കുള്ള ഒരു അക്രമമാണ്. കാരണം ഇവിടെ കഴിഞ്ഞ ദിവസം മുന്നേ CPM-ന്റെ ബുക്കിട്ടിട്ട സ്ഥലങ്ങളിലൊക്കെ അവർ താമര വരച്ചിട്ടൊരു കാലങ്ങളായി പ്രവർത്തനം നിലച്ചു കിടക്കുന്ന മന്നലാങ്കുന്ന് ഹെൽത്ത് സബ് സെന്ററിന് SDPI പ്രവർത്തകർ റീത്ത് സമർപ്പിച്ചു. സബ് സെന്ററിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് തുറന്നു പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അർഷിഫ് വടക്കൂട്ടിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി, മെഡിക്കൽ ഓഫീസർ, DMO തുടങ്ങിയ അധികാരികൾക്ക് പരാതി കൊടുത്തിരുന്നു. എന്നാൽ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് റീത്ത് വെച്ചത്. SDPI മന്നലാങ്കുന്ന് ബ്രാഞ്ച് പ്രസിഡന്റ് നിസാർ, സെക്രട്ടറി അമർഖാൻ, ട്രഷറർ സമദ്, അർഷിഫ് വടക്കൂട്ട്, അഷ്ഫാഖ്, അഷ്റഫ് എന്നിവർ സംബന്ധിച്ചു. കേരള ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജന് പരാതി ഇമെയിലായി അയക്കുന്ന ക്യാമ്പയിനും പ്രവർത്തകർ തുടക്കം കുറിച്ചു. ഗുരുവായൂർ തൈക്കാട് NSS കരയോഗം പതാക ദിനം ആചരിച്ചു. പ്രസിഡന്റ് വേണുഗോപാൽ പാഴൂർ പതാക ഉയർത്തി. വൈസ് പ്രസിഡന്റ് സേതു കരിപ്പോട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഗോപിനാഥ് പെരുമ്പിള്ളി, ബാബു വീട്ടിലായി തുടങ്ങിയവർ സംസാരിച്ചു. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വനിതാവേദി കുന്നംകുളം നിയോജക മണ്ഡലം വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാളയാർ പെൺകുട്ടികൾക്കും കുടുംബത്തിനും നീതി നിഷേധിക്കുന്നതിനെതിരെ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ജില്ലാ വൈസ് ചെയർമാൻ ശൈലജ വിശ്വനാഥൻ, ജില്ലാ കമ്മിറ്റി മെമ്പർ ജയവല്ലി, കുന്നംകുളം നിയോജക മണ്ഡലം ചെയർമാൻ കമലാദേവി, സെക്രട്ടറി സുമതി രാജഗോപാൽ, ജോയ് എന്നിവർ പങ്കെടുത്തു. ഇനി നവമാധ്യമ കാഴ്ച. മൈതാനങ്ങളിൽ പന്ത് കളിക്കുമ്പോൾ ആവേശത്തോടെ വേദിക്കരികിൽ നിൽക്കുന്ന ആൾക്കൂട്ടവും പന്ത് എടുത്തുകൊടുക്കുന്ന ആരാധകരെയും കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ വ്യത്യസ്തമാകുന്നത് പന്ത് കളിക്കുന്ന കൂട്ടരും ഇടയ്ക്ക് പന്ത് തട്ടിക്കൊടുക്കുന്ന ആരാധകരുമാണ്. പ്രതീഷ് നൽകിയ ദൃശ്യത്തിലേക്ക്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് വിൽക്കുന്ന വില 4700 രൂപ. സ്വർണം ഗ്രാമിന് വാങ്ങുന്ന വില 4690 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. യുവാവിനെ വെള്ളക്കെട്ടിൽ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. പോർക്കുളം പഞ്ചായത്തിലെ അഗതിയൂർ പാറപ്പുറം ചീരൻമീട്ടിൽ രാജന്റെ മകൻ 35 വയസ്സുള്ള സിൻഡോയുടെ മൃതദേഹമാണ് ശനിയാഴ്ച രാവിലെ അഗതിയൂർ പാറപ്പുറത്തെ വെള്ളക്കെട്ടിൽ നിന്ന് കണ്ടെത്തിയത്. അപസ്മാര രോഗലക്ഷണമുള്ള സിൻഡോ കുളത്തിൽ കാൽവഴുതി വീണതാണെന്ന് സംശയിക്കുന്നു. ലില്ലിയാണ് അമ്മ. സിജോ, സിബി എന്നിവർ സഹോദരങ്ങളാണ്. പഴഞ്ഞി പുലിക്കോട്ടിൽ ഉക്രു വറദപ്പന്റെ ഭാര്യ ബേബി നിര്യാതയായി 82 വയസ്സായിരുന്നു. സംസ്കാരം പെങ്ങാമുക്ക് ഓർത്തഡോക്സ് പഴയപ്പള്ളി സെമിത്തേരിയിൽ നടന്നു. കൊച്ചുമോൾ ജോസ്, ഗീവർ, ഷൈല, ഷൈനി, വിൽസൺ, ബീന എന്നിവർ മക്കളാണ്. ചൊവ്വന്നൂർ എട്ടംപുറം കൊട്ടാരപ്പാട്ട് ചന്ദ്രൻ നിര്യാതനായി 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പുഷ്പ ഭാര്യയാണ്. സന്ധ്യ, പരേതനായ സജിത്ത് എന്നിവർ മക്കളാണ്. കണ്ടാടശ്ശേരി കുറിയടത്ത് ബാലകൃഷ്ണന്റെ ഭാര്യ ജാനകി നിര്യാതയായി 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ശശി, രവി, പ്രസാദ് എന്നിവർ മക്കളാണ്. വേലൂർ കുറുമാൽ പരേതനായ പടിഞ്ഞാറ്റിൽ കോരു ഭാര്യ തങ്കം നിര്യാതയായി 67 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി പുണ്യതീരത്ത് നടത്തി. നന്ദകുമാർ, ഗോപകുമാർ, നിഷാദ് കുമാർ എന്നിവർ മക്കളാണ്. എരുമപ്പെട്ടി ഉമിക്കുന്നു കോളനിയിൽ ആണ്ടിയത്ത് പറമ്പിൽ കോത മകൾ നീലി നിര്യാതയായി 78 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10 ചെറുതുരുത്തി പുണ്യതീരത്ത് നടക്കും.
കുന്നംകുളം തെക്കേ അങ്ങാടി ചൊവ്വലൂർ വീട്ടിൽ CC വിൽസൺ ഭാര്യ മീര വിൽസൺ നിര്യാതയായി 71 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:30 ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസനപ്പള്ളിയിൽ നടക്കും. ഷെറിൻ വിൽസൺ, ഷാഗി വർഗീസ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോവിഡിൽ പിടിവിട്ട് തൃശൂർ ജില്ല. ചാവക്കാട് 31 പേർക്കും ഗുരുവായൂരിൽ അസിസ്റ്റന്റ് വികാരിയടക്കം 19 പേർക്കും, ചൂണ്ടലിൽ 32 പേർക്കും, കണ്ടാണശ്ശേരിയിൽ 21 പേർക്കും രോഗം. ഈ ആഴ്ച ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത ജില്ലയായി തൃശൂർ മാറിയതോടെ ജാഗ്രതയോടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ കടുപ്പിക്കാൻ നടപടികളുമായി ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും. ചാവക്കാട് ദേശീയപാത തിരുവത്രയിൽ റോഡ് മുറിച്ചു കടക്കവെ കാറിടിച്ച് വയോധികൻ മരിച്ചു. മരിച്ചത് അകലാട് മൊയ്തീൻ പള്ളിക്ക് സമീപം ആലിപ്പുരയ്ക്കൽ ശങ്കരൻ. മന്ദലാങ്കുന്ന് പാപ്പാളിയിൽ നിയന്ത്രണം വിട്ട ടെമ്പോ വാൻ കമലാസുരയ്യ പാലിയേറ്റീവ് കെയർ ഓഫീസിലേക്ക് ഇടിച്ചുകയറി. ഉടമസ്ഥാവകാശത്തെ ചൊല്ലി തർക്കത്തിലിരുന്ന സഹകരണ ബാങ്ക് പരിസരത്തെ ട്രാക്ടറും ട്രെയിലറുകളും കർഷകർ കൊണ്ടുപോകുന്നത് ബാങ്ക് അധികൃതരുടെ പരാതിയെ തുടർന്ന് പോലീസ് എത്തി തടഞ്ഞു. യന്ത്രങ്ങൾ കൊണ്ടുപോകുന്ന കാര്യം എഴുതി തന്നാൽ തടസ്സമില്ലെന്ന് ബാങ്ക് അധികൃതർ. പ്രതിഷേധങ്ങൾക്ക് നടുവിൽ കടവല്ലൂർ പഞ്ചായത്തിലെ ആൽത്തറ അംഗൻവാടി കെട്ടിട സമർപ്പണം. ഇവിടേക്ക് മതിയായ റോഡില്ലെന്നാരോപിച്ച് BJPയുടെ പ്രതിഷേധ പ്രകടനം. BJPയുടേത് കപട രാഷ്ട്രീയ നാടകമെന്ന് കോൺഗ്രസ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം. അയ്യമ്പറമ്പ് കൊള്ളന്നൂർ വീട്ടിൽ പാവു മകൻ തമ്പിയുടെ 2ാം ചരമവാർഷികം ആചരിച്ചു. പരേതിന്റെ പാവന സ്മരണയ്ക്ക് മുൻപിൽ ദുഃഖാർത്തരായ ബന്ധുമിത്രാദികൾ.